നമ്മുടെ പഠന ക്ലാസ്സിൻ്റെ 14 ദിവസമായ ഇന്ന് ഗുരുദേവൻ തർജ്ജമ ചെയ്ത ഈശാവാസ്യോപനിഷത്തിൻ്റെ വ്യാഖ്യാനമാണ്. ശ്രീ രാജേഷ് അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനെ സ്വാഗതം ചെയ്തതിന് വേണ്ടി പഠനകേന്ദ്രത്തിൻ്റെ പ്രതിനിധി ശ്രീ കനകാംബരൻ അവറുകളെ ക്ഷണിക്കുന്നു. ഇന്ന് 14-ാം ദിവസമായ ക്ലാസ്സിൽ ഇന്ന് ക്ലാസ് നയിക്കുന്നത് ശ്രീ BR രാജേഷ്. അദ്ദേഹം അഗ്രികൾച്ചർ ഡയറക്ടറേറ്റിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അക്കാഡമിക് കൗൺസിൽ മെമ്പർ കൂടിയാണ്. ഇന്നത്തെ വിഷയം ഈശാവാസ്യോപനിഷത്തിൻ്റെ വ്യാഖ്യാനവും തർജ്ജമയും വിശകലനം ചെയ്യും. സാർ വളരെ ഈ ഗുരുവിൻ്റെ കൃതികൾ വ്യാഖ്യാനം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇത് ക്ലാസ്സിന് വേണ്ടി ശ്രീ BR രാജേഷ് അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഈ പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ ഇത് ഉപനിഷത്ത് ശാന്തി മന്ത്രമാണ്. ഇന്ന് അതുകൂടി പറയാൻ കാരണം നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ശാന്തി മന്ത്രമാണ്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. അപ്പോൾ അത് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. അപ്പോൾ ഈ ഉപനിഷത്തുകളിൽ 1008 അതിൽ കൂടുതലും ഉണ്ടെന്നാണ് പറയുന്നത് ഉപനിഷത്തുകൾ. അതിൽ 108 ഉപനിഷത്തുകളാണ് പ്രധാനം. അതിൽ 10 ഉപനിഷത്തുകൾ ദശോപനിഷത്തുകൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. അത് അത്യന്തം പ്രാധാന്യമുള്ളതാണ്. അങ്ങനെ അതിന് പ്രാധാന്യം വരാൻ കാരണം ശ്രീ ശങ്കരാചാര്യർ ഈ 10 ഉപനിഷത്തുകൾക്ക് ഭാഷ്യം എഴുതുകയുണ്ടായി. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഈശാവാസ്യ ഉപനിഷത്ത് തന്നെയാണ്. ഈശം, കേനം, കഠം, മുണ്ടകം, തൈത്തീര്യം, പ്രശ്നം, മാണ്ഡൂക്യം, ബൃഹദാരണ്യം, ചാന്തോക്യം, ഐതരേയം, ഇങ്ങനെ 10 ഉപനിഷത്തുകളാണ് ദശോപനിഷത്തുകൾ എന്നറിയപ്പെടുന്നത്. അതിൽ ഈശാവാസ്യ ഉപനിഷത്തിന് ശ്രീനാരായണ ഗുരുദേവൻ ഒരു തർജ്ജമ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സംസ്കൃതത്തിലുള്ള ഉപനിഷത്തിൽ 18 മന്ത്രങ്ങളാണുള്ളത്. അപ്പോൾ ഉപനിഷത്തിലത് നമ്മൾ ശ്ലോകങ്ങൾ എന്നല്ല പറയുന്നത്, മന്ത്രങ്ങൾ എന്നാണ് പറയുന്നത്. അതിന് ഗുരു എഴുതിയത് 21 ശ്ലോകങ്ങളായിട്ടാണ് അതിനെ വിവർത്തനം ചെയ്തിട്ടുള്ളത്. അപ്പം അതിൻ്റെ അർത്ഥവ്യത്യാസം വരാതെ ഈ 18 ഉപനിഷത്ത് മന്ത്രങ്ങളെ 21 ശ്ലോകങ്ങളിലേക്ക് വിവർത്തനം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഉപനിഷത്തിന് തന്നെ ഈശാവാസ്യ ഉപനിഷത്തിന് തന്നെ ശ്രീ അരവിന്ദ ഘോഷ്, നിങ്ങൾ കേട്ട് കാണും, അരവിന്ദ മഹർഷി എന്നറിയപ്പെടുന്ന അരവിന്ദ ഘോഷ്, അദ്ദേഹം ഇംഗ്ലീഷിൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്, തർജ്ജമ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ ഒരു ഉപനിഷത്ത് മാത്രമേ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളൂ. ശ്രീനാരായണ ഗുരുദേവൻ ഈ ഒരു ഉപനിഷത്ത് മാത്രമേ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ 10 ഉപനിഷത്തുകളിൽ തന്നെ എന്തോ ഒരു പ്രത്യേകതയും പ്രാധാന്യവും ഈ ഈശാവാസ്യ ഉപനിഷത്തിന് ഉണ്ട്. അതുകൊണ്ടാണ് ഈ 2 മഹത് ഗുരുക്കന്മാരും ഈ 2
ഉപനിഷത്തുകളും ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം മറ്റെല്ലാ ഉപനിഷത്തുകളും ജ്ഞാനകാണ്ഡ ഭാഗത്താണ് വരുന്നത്. പക്ഷേ ഇത് വേദങ്ങളുടെ സംഹിത കർമ്മകാണ്ഡ ഭാഗത്താണ് ഇത് വരുന്നത്. അത് കർമ്മകാണ്ഡമാണ് ആദ്യം ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ആദ്യത്തെ ഉപനിഷത്തായിട്ടും പറയുന്നുണ്ട്. അപ്പൊ ചിലർക്ക് അതിൽ തർക്കമുണ്ട്. ഋഗ്വേദോപനിഷത്തായ ഐതരേയമാണ് ആദ്യത്തേതെന്ന് പറയുന്നവരുമുണ്ട്. ഇത് യജുർവേദോപനിഷത്താണ്. അപ്പൊ നമുക്കറിയാം 4 വേദങ്ങൾ. അപ്പൊ എന്താണ് ഉപനിഷത്തെന്ന് നമുക്ക് ചുരുക്കമായിട്ട് ചർച്ച ചെയ്ത ശേഷം ഈ ഈശാവാസ്യത്തിലേക്ക് വരാം. അപ്പൊ 4 വേദങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഋക്ക്, സാമം, യജുസ്, അഥർവ. അതിൽ ഓരോ വേദത്തിനും 4 ഭാഗങ്ങളുണ്ട്. ഋഗ്വേദത്തിനുമുണ്ട് 4 ഭാഗം, യജുർവേദത്തിനുമുണ്ട്, സാമവേദത്തിനുമുണ്ട്, അഥർവേദത്തിനുമുണ്ട്. അത് മന്ത്രങ്ങൾ ആണ് ആദ്യ ഭാഗം. പിന്നെ ബ്രാഹ്മണങ്ങൾ. ഇത് രണ്ടും കൂടി ചേർന്നാണ് നമ്മൾ കർമ്മകാണ്ഡം എന്ന് പറയുന്നത്. പിന്നെ ആരണ്യകങ്ങളുമുണ്ട്. പിന്നീട് അവസാന ഭാഗമാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. അതിൽ ഈ മന്ത്രങ്ങളും ബ്രാഹ്മണങ്ങളും അന്ന് ഈ യജ്ഞങ്ങൾ എങ്ങനെ ചെയ്യാം, അതിനുപയോഗിക്കുന്ന മന്ത്രങ്ങൾ, അത് ചിട്ടകൾ, ഇതൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ആരണ്യകങ്ങളിൽ വന്നിട്ട് ഇപ്പോൾ ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് നമ്മൾ മുമ്പ് കേട്ടിട്ടുണ്ട്, രാജാക്കന്മാർ അടുത്ത തലമുറയെ ഭരണം ഏൽപ്പിച്ച്, ഗൃഹസ്ഥനാണെങ്കിൽ വീട്ടുഭരണം അടുത്ത തലമുറയെ ഏൽപ്പിച്ചിട്ട് വനവാസത്തിന് പോകും തപസ്സിനായിട്ട്. ആ വനവാസ സമയത്ത് വനത്തിലിരുന്ന് അവരെന്തൊക്കെ ചിട്ടകളാണ് പാലിക്കേണ്ടത് എന്ന് പറയുന്ന ഭാഗം, 3ാമത്തെ ഭാഗമാണ് ആരണ്യകങ്ങൾ എന്നറിയപ്പെടുന്നത് ഉപനിഷത്തിൽ. അവസാന ഭാഗമാണ് ഉപനിഷത്തുകൾ. അത് ജ്ഞാനമാണ് അതിലെ വിഷയം. അപ്പൊ ഈ ഉപനിഷത്തുകൾ വേദങ്ങളുടെ അവസാന ഭാഗം എന്നുള്ള അർത്ഥത്തിൽ അതിനെ വേദാന്തം എന്ന് പൊതുവെ പറഞ്ഞു വരുന്നുണ്ട്. വേദത്തിൻ്റെ അന്തം എന്നുള്ള മറ്റൊരർത്ഥം അതൊരു ബാഹ്യമായ അർത്ഥമാണ്. ഇനി ഒരു ആന്തരികാർത്ഥം ഇതിനുണ്ട്. വേദം എന്ന് പറഞ്ഞാൽ അറിവെന്നാണ് അർത്ഥം. അപ്പൊ അറിവിൻ്റെ അവസാനം, അപ്പൊ അറിവിൻ്റെ അന്തം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഇനി മറ്റൊരു അറിവില്ല എന്നുള്ള അർത്ഥത്തിലും വേദാന്തം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അറിവ് ഇല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇത് കഴിഞ്ഞാൽ മറ്റൊരു അറിവില്ല. അറിവ് നമുക്കിപ്പോൾ ദിവസവും ഓരോ അറിവ്, പുതിയ പുതിയ അറിവ്, ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ അറിവുകളാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഇതെങ്ങനെ അറിവിൻ്റെ അവസാനം? അത് ഒരിക്കൽ ദേവന്മാര്, അറിവിന്റെ ദേവതയാണല്ലോ സരസ്വതി. സരസ്വതി ദേവിയെ കാണാൻ പോയപ്പോൾ സരസ്വതി ദേവി പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരിക്കലും ഈ അറിവ് അവസാനിക്കുന്നില്ല, പഠിച്ച് തീരുന്നില്ല. പിന്നെ എങ്ങനെ ഈ അറിവിന്റെ അവസാനം എന്ന് പറയും? അപ്പൊ അത് പറയുന്നത്, ഇപ്പോൾ ഒരു ഉദാഹരണം ഉപനിഷത്ത് തന്നെ പറയുന്നത്, സ്വർണം കൊണ്ട് പല ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മാല, വള, കമ്മൽ, മോതിരം. പക്ഷേ ഇതെല്ലാം സ്വർണമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര രൂപത്തിൽ ഇത് വന്നാലും അത് സ്വർണത്തെ അറിയുന്ന ആളെ സംബന്ധിച്ച് ഇത് സ്വർണമാണ്. ഏതെല്ലാം നാമരൂപത്തിൽ ഇത് കണ്ടാലും സ്വർണമാണ്. അതുപോലെ മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന കലം, ചട്ടി, പല നാമരൂപങ്ങളിൽ പല ഭാവത്തിലും ഉണ്ട്, പല വസ്തുക്കളും ഉണ്ട്. പക്ഷെ അതെല്ലാം മണ്ണാണ്. അതുപോലെ ഏതൊന്ന് കൊണ്ടാണോ ഈ പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെ ഈ പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിനെ നമ്മൾ എങ്ങനെ വിശകലനം ചെയ്തു പോയാലും അത് എന്തിൽ നിന്നാണോ ഉണ്ടായി വന്നിരിക്കുന്നത്, ഇതിൻ്റെ എല്ലാം ഉറവിടം ഏതാണോ അതിനെ അറിഞ്ഞ്, അതിനെയാണ് സത്യം അല്ലെങ്കിൽ അബ്സല്യൂട്ട് റിയാലിറ്റി എന്ന് പറയും. അതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വർണത്തെ അറിഞ്ഞവന് സ്വർണം കൊണ്ടുണ്ടാക്കിയ എന്ത് കണ്ടാലും അത് സ്വർണമെന്ന് അറിയാം. അതുപോലെ എന്താണോ ഇതിൻ്റെയൊക്കെ ഉറവിടം എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയാണ് ഇതെല്ലാം എന്ന് അറിയാൻ കഴിയും. അപ്പോൾ ആ പരമസത്യത്തെ ഉപനിഷത്തുകൾ ബ്രഹ്മം എന്നാണ് വിളിച്ചത്. ശ്രീനാരായണ ഗുരുദേവൻ വിദ്യാപഞ്ചകം എന്നുള്ള 5 ശ്ലോകങ്ങളുള്ള കൃതിയിൽ ബ്രഹ്മം എന്ന് തന്നെ വിളിക്കുന്നുണ്ട്. ആത്മോപദേശത്തിലും അറിവ് എന്ന കൃതിയിലൊക്കെ ഈ ബ്രഹ്മത്തെ, അറിവ്, ആത്മാവിനെ ആത്മാ എന്ന് പറയുന്നതും ബ്രഹ്മത്തിൻ്റെ പര്യായമാണ്. അപ്പൊ ഇതിനെ പച്ച മലയാളത്തിൽ ഗുരു ഉപയോഗിച്ച വാക്ക് അറിവ് എന്നാണ്. അപ്പൊ അറിവല്ലാതെ ഒന്നുമില്ല എന്ന് ഗുരു അറിവെന്ന കൃതിയിൽ ആദ്യമേ പറയുന്നു. അപ്പൊ നമ്മളൊന്ന് പരിശോധിക്കണം. ഗുരു പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും കണ്ണുടച്ച് വിശ്വസിക്കരുത്, പരിശോധിക്കും.
അറിവല്ലാതെ ഒന്നുമില്ല എന്ന് ഗുരു പറയുമ്പോൾ അത് ശരിയാണോ? നമ്മൾ നോക്കണം, പരിശോധിക്കണം. അപ്പം നമ്മൾ പറയണം ഇത് മൈക്ക്, ഇത് മൊബൈൽ, ഇത് മേശ, ഇതെല്ലാം അറിവല്ലേ? ഇത് മൊബൈൽ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു അറിവാണ്, ഇത് മേശ എന്ന് പറയുന്നത് അറിവാണ്, ഇത് മൈക്ക് എന്ന് പറയുന്നത് അറിവാണ്, ഇത് മനുഷ്യൻ, ഇത് പക്ഷി, ഇത് മൃഗം, ഇത് സൂര്യൻ, ഇത് ചന്ദ്രൻ. അപ്പം ഏത് കാര്യം എടുത്താലും അതിൽ പൊതുവായിട്ടുള്ളത് അറിവാണ്. ഇനി ഇതിനെയൊക്കെ അറിയുന്നവനുണ്ട്, അറിയുന്ന നമ്മളെന്താണ്? അതും അറിവാണ്. അപ്പോൾ ഉള്ളിലൊരറിവില്ലാതെ മറ്റൊരറിവിനെ അറിയാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അറിവാണ്. അപ്പോൾ അവിടെയും രണ്ടാമത് നമുക്ക് ഒന്നും പറയാനില്ല. അപ്പം അങ്ങനെ രണ്ടാമതൊന്നില്ല എന്ന ദ്വൈതം എന്ന് വെച്ചാൽ രണ്ട്, അത് രണ്ടാമതൊന്നില്ല എന്ന അർത്ഥത്തിലാണ് അദ്വൈതം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് വേദാന്തം എന്ന വാക്കിൻ്റെ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും ഇനി ഉപനിഷത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഏറ്റവും അടുത്ത്, സത് ഇരിക്കുന്നത്. അപ്പോൾ ഏറ്റവും അടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനും ഇതുപോലെ ബാഹ്യമായിട്ടും ആന്തരികമായിട്ടും രണ്ടർത്ഥമുണ്ട്. ഒന്ന്, മുൻപ് ഗുരുക്കന്മാരുടെ സമീപത്ത് അടുത്തിരുന്ന് ഗുരു കാതിൽ പറഞ്ഞു കൊടുക്കുന്ന മന്ത്രങ്ങൾ, ആ അർത്ഥത്തിൽ അടുത്തിരുന്ന് കേൾക്കുന്ന സത്യം എന്ന അർത്ഥത്തിൽ ഉപനിഷത്ത് എന്ന് പറയുന്നുണ്ട്. ഇനി ആന്തരികമായ അർത്ഥം നമ്മുടെ ഏറ്റവും സമീപത്തിരിക്കുന്ന സത്യം എന്നുള്ള അർത്ഥം. നമ്മൾ ബാഹ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ച് പോകുന്നു, പക്ഷേ ഞാൻ ആര് എന്നാരും അന്വേഷിക്കുന്നില്ല. നമുക്ക് ബാക്കി എല്ലാ കാര്യവും അറിയാം. നമ്മളോടൊരു ചോദ്യം ഒരാൾ നീ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മളൊരു പേര് പറയും കൂടുക. അത് പേര് നമുക്ക് മറ്റാരോ തന്നതാണ് ആ പേരെന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ആരെന്ന് എങ്ങനെ നമ്മൾ പറയും? അപ്പം അങ്ങനെ ഒരു ചോദ്യം നേരിടേണ്ടി വന്നാൽ നമുക്ക് അറിഞ്ഞുകൂടാ. അതിനെയാണ് അജ്ഞത എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വിദ്യാരണ്യ സ്വാമികളുടെ പഞ്ചദശി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ദശമ പുരുഷൻ എന്ന് പറഞ്ഞ ഒരു ഇലസ്ട്രേഷൻ, ഉദാഹരണം പറയുന്നുണ്ട്. അതായത് 10 പേര് ഒരു യാത്രയ്ക്ക് പോയി. അപ്പം വനത്തിലൂടെ കുറേ ദൂരം സഞ്ചരിക്കണമായിരുന്നു. അങ്ങനെ പോയപ്പോൾ ഒരു പുഴ നീന്തി കടക്കേണ്ടി വന്നു. 10 പേരും പുഴ നീന്തി കടന്നു കഴിഞ്ഞപ്പോൾ നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഈ 10 പേരും നീന്തി ഇക്കരെ എത്തിയോ എന്നൊരു സംശയം. അങ്ങനെ ഒന്ന് എണ്ണി നോക്കാം എന്ന് വിചാരിച്ചപ്പോൾ ഓരോരുത്തരായിട്ട് എണ്ണിയപ്പോൾ 9 പേരേ ഉള്ളൂ. അപ്പം നിലവിളിയായി. അപ്പം അതുവഴി മറ്റൊരാൾ വന്നു. അയാൾ ചോദിച്ചു, എന്താ നിങ്ങളെല്ലാം വിളിക്കുന്നത്? അത് ഞങ്ങൾ 10 പേര് ഒരുമിച്ചാണ് വന്നത്. പുഴ നീന്തി കടന്ന് എണ്ണി നോക്കിയപ്പോൾ 9 പേരേ ഉള്ളൂ. അപ്പം ഇയാൾ 10 പേരെയും മാറ്റി നിർത്തി എണ്ണിയപ്പോൾ 10 പേരും ഉണ്ട്. അപ്പം അയാളെ എണ്ണാൻ മറന്നുപോയി, വിട്ടുപോയി. മറ്റ്9 പേരെ എണ്ണി. അപ്പം അതുപോലെ നമ്മൾ ഒരുപാട് അറിവുകൾ, പലരും വലിയ പണ്ഡിതന്മാർ, സ്കോളേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ താൻ ആരെന്ന് ആണ് എല്ലാവരും ആദ്യമേ അറിയേണ്ട ഒരു കാര്യം. അതാണ് അവനവൻ ആരാണ് എന്നറിഞ്ഞുകൂടാതെ നമുക്കിപ്പോൾ ഉള്ള അറിവെന്ന് പറയുന്നത് കടം കൊണ്ട അറിവുകളാണ്, ബോറോഡ് നോളജ്. നമുക്കൊരു ബോധം ഉണ്ടാവുന്ന സമയം തൊട്ട് കുട്ടിക്കാലത്ത് നമ്മളെ പേര് തന്നെ മറ്റുള്ളവർ നമ്മളെ വിളിച്ചതാണ്. അപ്പോൾ ആ പേര് രാമ എന്നൊരു കുട്ടിയെ വിളിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടി സ്വയം ധരിക്കുകയാണ് ഞാൻ രാമനാണ്. അപ്പോൾ ആ പേര് പോലും മറ്റുള്ളവർ കൊടുത്തതാണ്. പിന്നെ അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന്, കൂട്ടുകാരിൽ നിന്ന്, പുസ്തകങ്ങളിൽ നിന്ന്, ഇങ്ങനെയാണ് അറിവ്. അപ്പം തൻ്റേതായ അറിവ് ഏതാണ് അവിടെ ഉള്ളത്? ഈ അറിവുകളെന്ന് പറയുന്നത് മറ്റാരുടെയൊക്കെ അറിവുകളാണ്. നമ്മളെ കാര്യം നോക്കുക, വേറെ ആരുടെ കാര്യവും നോക്കണ്ട. എൻ്റെ അറിവ് എന്ന് പറയാൻ നമുക്ക് എന്തുണ്ട്? നമുക്ക് അങ്ങനെ എന്താണ് ഉള്ളത്? ഇതെൻ്റെ അറിവാണ് എന്ന് നമുക്ക് പറയാനായിട്ട് എന്തറിവാണുള്ളത്? ഇതൊക്കെ ആരുടെയോ അറിവാണ്. ആരിൽ നിന്നോ എവിടെ നിന്നൊക്കെയോ നമുക്ക് കിട്ടിയതാണ്, കടം കൊണ്ട അറിവാണ്. അപ്പം ഈ അറിവെല്ലാം അറിയുന്ന ഞാനാര്? ഈ അറിയുന്നവൻ ആരാണ്? അത് ഈശാവാസ്യ ഉപനിഷത്തിൽ ഗുരു തന്നെ പറയുന്നു, തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്ന സർവവും എന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പം ആ അറിവിലേക്ക് നമ്മൾ ഒരിക്കലും പോകുന്നില്ല. നമ്മൾ മറ്റെന്തൊക്കെയോ അറിയാൻ ശ്രമിക്കുന്നു, യഥാർത്ഥ അറിവിലേക്ക് നമ്മൾ എത്തുന്നതുമില്ല. അപ്പം ഈ യഥാർത്ഥമായ അറിവിലേക്ക് നമ്മളെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് ഉപനിഷത്തുകൾ. അതാണ് നമ്മുടെ ഏറ്റവും സമീപം ഇരിക്കുന്ന അറിവ് എന്നൊരു ആന്തരികാർത്ഥം.
പറഞ്ഞത് ഉപനിഷത്ത്. അപ്പം ഇത്രയുമാണ് ഉപനിഷത്തുകൾ, ഇത്രയും കാര്യങ്ങളെങ്കിലും അറിയണം. അപ്പം കുറച്ച് നാൾ മുമ്പ് ഈ കോവിഡ് ടൈമിൽ സമയത്ത് ഇതുപോലെ നമുക്ക് കൂടിയൊന്നും ചർച്ച ചെയ്യാൻ കഴിയാത്ത ഒരു സമയത്ത് ഇതുപോലെ പൂജപ്പുര ഗ്രന്ഥശാല അവർ ഇതുപോലെ ഒരുപാട് പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. അവരൊരു 10 നവോത്ഥാന നായകന്മാരെ പറ്റി ഓൺലൈനിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചു. ഓരോ ദിവസം ഓരോരുത്തർ ഒരു 15-20 മിനിറ്റ് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനാണ് ആദ്യം പറയേണ്ടവർ ചുമതല എനിക്കാണ് ലഭിച്ചത്. അപ്പോൾ ഗുരു നവോത്ഥാന നായകൻ എന്നുള്ളതാണ് വിഷയം. 10 നവോത്ഥാന നായകന്മാർ. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് വൈകുണ്ഠ സ്വാമികളെ കുറിച്ചുണ്ടായിരുന്നു, ചട്ടമ്പി സ്വാമികളെ കുറിച്ചുണ്ടായിരുന്നു. അങ്ങനെ ഓരോ നവോത്ഥാന നായകന്മാരെ കുറിച്ച് ഓരോ പ്രഗത്ഭരാണ് പ്രഭാഷണം നടത്തിയത്. അപ്പോൾ വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് ഒരു യുവ കവിയാണ് പ്രഭാഷണം നടത്തിയത്. അദ്ദേഹം പറഞ്ഞു, ശ്രീനാരായണ ഗുരുവിനും കുറച്ച് നാൾ മുൻപ് 10-50 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ആളാണ് അയ്യാ വൈകുണ്ഠ സ്വാമികൾ. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, കുലം ഒன்று, ജാതി ഒன்று, ദൈവം ഒன்று. അപ്പം ഒരു കുലം, ഒരു ജാതി, ഒരു ദൈവം എന്നൊക്കെ ഈ അയ്യാ വൈകുണ്ഠ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് പകർത്തിയതാണ് ശ്രീനാരായണ ഗുരുദേവൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. അത് ഗുരുവിൻ്റെ ജാതി നിർണയം എന്ന കൃതിയിലാണ് ഗുരു ഇത് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? കാര്യം അയ്യാ വൈകുണ്ഠ സ്വാമികൾ ഇത്രയും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതിനു മുമ്പേ. അപ്പം അതുപോലെ പിന്നീട് വന്നവരും ചട്ടമ്പി സ്വാമികൾ ഇതുപോലെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു. അതൊക്കെ ശ്രീനാരായണ ഗുരു പിന്നീട് പകർത്തിയതാണ്, ചിലർ കോപ്പി അടിച്ചതാണ് എന്ന് തന്നെ പറഞ്ഞു. അപ്പം അതിനൊരു മറുപടി കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. ആ ചർച്ചയിൽ തന്നെ ഒരു മറുപടി കൊടുത്തു. അതെന്ന് പറഞ്ഞത്, ഈ അയ്യാ വൈകുണ്ഠ ശ്രീനാരായണ ഗുരുവിനും അയ്യാ വൈകുണ്ഠ സ്വാമികൾക്കൊക്കെ എത്രയോ മുൻപായിരുന്നു തമിഴ് സിദ്ധനായ തിരുമൂലർ ജീവിച്ചിരുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒன்றേ കുലം ഒരുവനേ ദേവൻ. ഒരു കുലമേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. അപ്പോൾ ഇവരെല്ലാം ഈ തിരുമൂലറിൽ നിന്ന് പകർത്തി എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ വാസ്തവം ഇതൊന്നുമല്ല. ആരും ഒരാൾ മറ്റൊരാളിൽ നിന്ന് കോപ്പി അടിക്കുകയോ പകർത്തുകയോ ചെയ്തതല്ല. ഈ എല്ലാ ഗുരുക്കന്മാർക്കും പൊതുവായിട്ട് അറിവിൻ്റെ ഒരു ഉറവിടം, സോഴ്സ് ഉണ്ടായിരുന്നു. അതാണ് ഉപനിഷത്തുകൾ. ഉപനിഷത്ത് പറയുന്നത് ഏകമേവാദ്വിതീയം, ഇവിടെ രണ്ടാമതൊന്നില്ല. നേഹ നാനാസ്തി കിഞ്ചന, ഇവിടെ അല്പം പോലും പലതില്ല. അവിടെ നിന്നാണ് ഈ ഏകത്വ സിദ്ധാന്തം ഈ ഗുരുക്കന്മാർക്ക് ലഭിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരാൾ മറ്റേയാൾ പറഞ്ഞത് കേട്ട് കോപ്പി അടിച്ചതല്ല. അതാത് കാലത്ത്, ഇപ്പം എല്ലാവരും ഒരു കാലത്തല്ലല്ലോ ഈ ഗുരുക്കന്മാർ ജീവിച്ചിരുന്നത്, ഓരോ കാലത്താണ്. അതാത് കാലത്ത് അവർ ഈ ഉപനിഷത്തിൻ്റെ ഈ അറിവിനെ ഉൾക്കൊള്ളുകയും അവരത് സാക്ഷാത്കരിക്കുകയും ചെയ്തു. അത് എഴുത്തച്ഛൻ, നമ്മുടെ ഭാഷാപിതാവായ എഴുത്തച്ഛൻ ഹരിനാമ കീർത്തനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, അന്നന്നു കണ്ട് അതിനെ വാഴ്ത്തുന്നു മാമുനികൾ. അതിങ്ങനെ വായിച്ചു പോകുമ്പോൾ അന്നന്നു കണ്ടതിനെ വാഴ്ത്തുന്നു. അപ്പം അർത്ഥം വിചാരിക്കുന്ന അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്ന ഒരു അവസരവാദിയാണ്. അങ്ങനെയല്ല, അതിൻ്റെ അർത്ഥം ശരിക്കും പറയേണ്ടത് അന്നന്ന് കണ്ട് അതിനെ വാഴ്ത്തുന്നു. അതിനെ എന്ന് പറയുന്നത് പരമസത്യത്തെ. അതാത് കാലത്ത് ജീവിച്ചിരുന്നവർ അതാത് കാലത്ത് സാക്ഷാത്കരിച്ച് അതിനെ വാഴ്ത്തുന്നു. അതാണ് ഈ ഗുരുക്കന്മാർ ചെയ്തത്, അല്ലാതെ ഒരാളെ പകർത്തിയതല്ല. അപ്പോൾ ഈ ഉപനിഷത്ത് സത്യത്തെ അവർ നന്നായി പഠിക്കുകയും അവരത് സാക്ഷാത്കരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ളവർ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ അടിത്തറ ഉപനിഷത്തുകളാണ്. ഈ സത്യം മനസ്സിലാക്കാതെ നമ്മൾ നവോത്ഥാന നായകനെന്നോ സാമൂഹ്യ പരിഷ്കർത്താവെന്നോ വിപ്ലവകാരി എന്നോ ഒക്കെ പറഞ്ഞാൽ ഗുരു യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ നിലയിൽ നിന്ന് ഗുരുവിനെ എത്രയോ വലിച്ച് നമ്മൾ താഴേക്ക് കൊണ്ടുവരിക. നമ്മുടെ മുന്നിൽ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ റെനൈസൻസ്. ഇപ്പോൾ ഇന്ത്യയിലുണ്ടായ റെനൈസൻസ് എന്ന് പറയുന്നത് ബംഗാളിൽ രാജാറാം മോഹൻ റോയുടെയും ദയാനന്ദ സരസ്വതിയുടെയൊക്കെ സമയത്ത് ആദ്യം ഉണ്ടായി. നമ്മൾക്കറിയാം, സതി നിരോധിക്കാനായിട്ട് ഏറ്റവും പ്രയത്നിച്ച ആളാണ് രാജാറാം മോഹൻ റോയ്. അപ്പോൾ അതുപോലെയുള്ള ഒരു നവോത്ഥാന നായകൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. അതുപോലെയുള്ള ഒരു സാധാരണ ആളാണോ ശ്രീനാരായണ ഗുരു? നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ വിപ്ലവകാരി എന്ന് പറയുമ്പോൾ ചെഗ്വേര വലിയൊരു വിപ്ലവകാരിയാണ്. നമുക്ക് തന്നെ ഭാരതത്തിലെടുത്ത ഭഗത് സിംഗ്
വലിയൊരു അപ്പം ശ്രീനാരായണ ഗുരു അങ്ങനെയുള്ള ഒരു വിപ്ലവകാരിയാണ്. നമ്മൾ ചിന്തിക്കണം. നമ്മൾ എല്ലാ ചതയത്തിനും എല്ലാ സമാധി ദിനത്തിനും ഒരുപാട് പേരുടെ പ്രസംഗങ്ങൾ കേട്ടിട്ട് ഇങ്ങനെ വിലയിരുത്തിയാണ്. നമ്മൾ സ്വയം ഗുരുവിൻ്റെ കൃതികൾ വായിച്ച് ഗുരുവിനെ വിലയിരുത്തിയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മളിത് ഒരിക്കൽ ഗുരു നിത്യചൈതന്യ എഴുതി അതിപ്പോൾ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ അത് പറഞ്ഞു. ആ സംഭവം നടന്ന സംഭവമാണ്. ഒരു ഫ്രാൻസിൽ നിന്നൊരു സായിപ്പ്, ഫ്രഞ്ചുകാരൻ, നടരാജ ഗുരു ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചൊക്കെ എഴുതിയത് വായിച്ച് ഗുരുവിൻ്റെ ജന്മസ്ഥലം കാണാനായിട്ട് ഇവിടെ വന്നു, തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ അദ്ദേഹം ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഒരു ഗൈഡിനെ അവർ സംഘടിപ്പിച്ചു. ഗുരുവിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരു ഗൈഡിനെ സംഘടിപ്പിച്ചു കൊടുത്തു. ഈ ഗൈഡൊക്കെ ആയിട്ട് അരുവിപ്പുറത്ത് പോയി ശിവക്ഷേത്രമൊക്കെ കണ്ടു, കൊടിതൂക്കി മലയൊക്കെ സന്ദർശിച്ചിട്ട് അദ്ദേഹം താഴെ ഈ അരുവിപ്പുറത്ത് നെയ്യാറിൻ്റെ സമീപത്തൊരു വലിയ ഗുഹയല്ല, ചെറിയ ഒരു ഗുഹ പോലെ ഒരു സ്ഥലമുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. ഗുരു ചിലപ്പോൾ താഴെ വന്ന് അവിടെ ധ്യാനിച്ച് ഇരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഈ ഗൈഡ് പറഞ്ഞു, ഇവിടെ ഗുരുദേവൻ ചിലപ്പോഴൊക്കെ ധ്യാനിച്ചിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ സായിപ്പ് അവിടെ കയറി ഷൂ ഒക്കെ അഴിച്ചു വെച്ച് അദ്ദേഹം അവിടെ കയറി കുറച്ചു നേരം മെഡിറ്റേഷനിൽ ധ്യാന നിമഗ്നനായിട്ടിരുന്നു. അപ്പോൾ ഈ ഗൈഡ് പറഞ്ഞു, കേരളം കണ്ട ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായിരുന്നു ശ്രീനാരായണ ഗുരു. അപ്പോൾ ഈ സായിപ്പിന് ദേഷ്യം വന്നു. സായിപ്പ് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ദൂരം വരില്ലായിരുന്നു. വിപ്ലവത്തിനാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വോൾട്ടയറും റൂസോയും ഉണ്ട്. നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാക്കളെന്ന് പറയുന്നത് വോൾട്ടയറും റൂസോയുമാണ്. അവരുടെ രചനകളാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് തിരികൊളുത്തിയത്. അപ്പോൾ അത്രയും ലോകപ്രസിദ്ധരായ വിപ്ലവകാര്യം അവർക്കുള്ളപ്പോഴാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീനാരായണ ഗുരുദേവൻ വലിയ വിപ്ലവകാരിയായിരുന്നു. അപ്പോൾ വിപ്ലവകാരിക്കാണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ വലിയ വിപ്ലവകാരികളുണ്ട്. അപ്പോൾ അതിലുപരി മറ്റെന്തോ കണ്ടിട്ടാണ് ഈ സായിപ്പ് ഇവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം അന്വേഷിച്ച് വന്നത്. അത് പാശ്ചാത്യർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് പോളണ്ടിലെ ഒരു ഹന്ന അബൻസ്ക എന്ന് പറഞ്ഞിട്ടൊരു പോളണ്ട് യൂണിവേഴ്സിറ്റിയിലെ ഇൻഡോളജി പ്രൊഫസർ, ഒരു വനിതയാണ്. അവർ ഒരിക്കൽ ഞങ്ങൾ നല്ല പരിചയപ്പെട്ടു. അപ്പോൾ ആ വനിതാ പ്രൊഫസർ പോളിഷ് വനിതയാണ്. അവർ ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിവശതകം, ആത്മോപദേശ ശതകം എല്ലാം പോളിഷ് ഭാഷയിൽ തർജ്ജമ ചെയ്ത് അതിൻ്റെ വ്യാഖ്യാനവും എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ എത്ര പേര് ഒന്നും വേണ്ട. നമ്മളൊരിക്കലും, എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം ഞാൻ കഴിഞ്ഞ തവണ ദൈവദശകമാണ് ചർച്ച ചെയ്തത്, ദൈവദശകമെങ്കിലും നമ്മൾ അതിൻ്റെ അർത്ഥം എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ വിവർത്തനത്തിലേക്ക്. ഈ ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ അത് ഭാരതത്തിൽ മാത്രമല്ല, ലോകം മുഴുവനുള്ള പണ്ഡിതന്മാരെ അതിശയിപ്പിച്ചിട്ടുള്ള കൃതികളാണ്. ജർമ്മൻ ഫിലോസഫറായ ഷോപ്പനോർ പറഞ്ഞത്, ഉപനിഷത്തുകൾ എൻ്റെ ജീവിതത്തിന് ശാന്തിയും സമാധാനവും പകർന്നു തന്നു. ഇനി എൻ്റെ മരണത്തിലും അത് ആശ്വാസമാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം മരണത്തിലും എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത് മരിക്കാനാണ്. വാസ്തവത്തിൽ എങ്ങനെ മരിക്കാം, നിലവിളിച്ച് മരിക്കാം, ശാന്തതയോടെയും മരിക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ മരിക്കണം എന്ന് നമ്മൾ അവനവനാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഏത് സാഹചര്യത്തിലായാലും ശാന്തമായി മരിക്കണമെങ്കിൽ ഉപനിഷത്തുകൾ മുന്നിൽ വയ്ക്കുന്ന ഈ വിദ്യ അഭ്യസിച്ചേ പറ്റൂ. ഇതല്ലാതെ മറ്റൊരു വഴിയും തന്നെ ഇല്ല. നമ്മൾ ഏതെങ്കിലും ഈശ്വരനെ അന്ധമായി കണ്ണുടച്ച് വിശ്വസിച്ചിട്ടോ അവസാനം ഒരു ഈശ്വരനും നമ്മളെ രക്ഷിക്കാൻ വരില്ല. അവസാന നിമിഷം, അതാണ് കാലം വരുമ്പോൾ ആരും നമ്മളെ രക്ഷിക്കില്ല. ഈ സത്യം, പരമസത്യം അറിയാമോ, നമുക്ക് സന്തോഷമായിട്ട് ഇവിടം വിട്ട് പോകാം. അപ്പം ഇതാണ് ഉപനിഷത്തുകൾ നമുക്ക് പ്രത്യേകിച്ച് കഠോപനിഷത്തിൽ യമനും നചികേതസുമായിട്ടുള്ള സംഭാഷണമാണ് അവിടെ. അപ്പോൾ ഉപനിഷത്തുകൾ ഇതുപോലെയുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഈ ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതിനൊരു പ്രാർത്ഥനാ സ്വഭാവം കൂടിയുണ്ട്. ഈശ എന്നുള്ള വാക്കിലാണത് ആരംഭിക്കുന്നത്. അങ്ങനെ ആരംഭിക്കുന്നത് കൊണ്ടാണ് അതിന് ഈശാവാസ്യോപനിഷത്ത് എന്ന് പേര് വന്നത്.
അപ്പം നമുക്കിനി ഉപനിഷത്തിലേക്ക് ഇതിനെക്കുറിച്ച് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ ഇവിടെ ഒന്നും അവസാനിക്കില്ല. ഇവിടെ എത്ര മണി വരെയാണ് ഇവിടെ ഉള്ളത്? എത്ര മണി വരെ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും 6 മണി എന്നാണ്, ഇതിലിപ്പോഴും അങ്ങനെയാണ്. പക്ഷേ 7 മണിക്ക് എനിക്ക് ആരംഭിക്കാൻ കഴിഞ്ഞുള്ളൂ കഴിഞ്ഞ 2 പ്രാവശ്യം. അപ്പം അതിന് പറഞ്ഞ സമാധാനം, ഇവിടെ ഉള്ള ആൾക്കാർ വീട്ടിൽ വിളക്ക് വെച്ചിട്ടേ ഇവിടെ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത്തവണ 7 മണിക്ക് വന്നു. മനസ്സിലായി? കാര്യം കഴിഞ്ഞ പ്രാവശ്യം 6 മണി തൊട്ട് 7 മണി വരെ ഞാൻ വന്ന് ഇവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു. 6:30-ക്കൊന്നും തുടങ്ങിയില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം 7 മണിയായപ്പോഴാണ് നമ്മൾ തുടങ്ങി. 6:45 കുറച്ച് ആൾക്കാർ വന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് വീട്ടിൽ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വരുള്ളൂ. അപ്പം നമുക്ക് സമയം ചുരുക്കമാണ്. ഇതിലെ എല്ലാ ശ്ലോകവും ഒന്നും നമുക്ക് ചർച്ച ചെയ്യാൻ ഇപ്പോൾ സമയം കിട്ടില്ല. എങ്കിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈശാവാസ്യ ഉപനിഷത്തും അതിൽ ഗുരുവിൻ്റെ വിവർത്തനത്തിൻ്റെ ഒരു പ്രസക്തിയും നമുക്കൊന്ന് ഇന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ഉപനിഷത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ മലയാളത്തിൽ തർജ്ജമ ചെയ്തു, അരവിന്ദ ഘോഷ് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്തു. അതുകൂടാതെ ഗാന്ധിജിയെ ഏറ്റവും ആകർഷിച്ച ഉപനിഷത്താണത്. ഗാന്ധിജിയെ എന്ന് പറയുമ്പോൾ ഗാന്ധിജി ഇതിൻ്റെ ആദ്യത്തെ മന്ത്രം പ്രത്യേകിച്ചു അത് ഗാന്ധിജിയുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു എന്നാണ് ഗാന്ധിജി പറയുന്നത്. അപ്പോൾ ആ ആദ്യത്തെ മന്ത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ആദ്യം ആ സംസ്കൃതം ഒന്ന് പറയാം. ഈശാവാസ്യം ഇദം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ചിത മാ ഗൃത കസ്യ സിദ്ധനം. ഇതിൻ്റെ ഗുരുവിൻ്റെ വിവർത്തനം: ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ടു നീ ചരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം എന്നാണ് ഗുരു എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതില് ഈ ഗുരുക്കന്മാരുടെ ഇടയിൽ തന്നെ ഇതിൽ തർക്കമുണ്ട്. ശങ്കരാചാര്യരുടെ ഭാഷ്യത്തില് ഈശാവാസ്യം എന്ന്, വസിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം, താമസിക്കുക. ആവാസ്യം എന്ന്, ഗുരു അവിടെ ആവസിക്കുന്നതെന്നുള്ള അർത്ഥമാണ് തർജ്ജമയിൽ വന്നത്. അപ്പൊ അതിന് ആവസിക്കുക എന്ന് പറയുമ്പോൾ ആച്ഛാദനം ചെയ്യുക എന്ന് വെച്ചാൽ ഒരു തുണി എടുത്ത് നമ്മൾ ഇവിടെ മുഴുക്കം മൂടി, അല്ല നമ്മളെ മൂടുക, അതിനെയാണ് അപ്പം ഈശൻ ഇതിനുള്ളിൽ താമസിക്കുക മാത്രമല്ല അകത്തും പുറത്തും നിറഞ്ഞിരിക്കുക. ആ ഒരു അർത്ഥമാണ് ശങ്കരാചാര്യ സ്വാമികൾ സ്വീകരിച്ചത്. അതേ അർത്ഥം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവനും എടുത്തിരിക്കുന്നത്. ഗുരു പ്രത്യേകിച്ച് ദൈവദശകത്തിൽ പറയുന്നുണ്ട്, അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം. അപ്പൊ അകത്ത് മാത്രമല്ല ഈ സത്യം, പുറത്തും ഇത് തന്നെയാണ് എന്ന് ഗുരു വ്യക്തമായി പറയുന്നുണ്ട്. ആ ഒരു അർത്ഥമാണ് ഗുരുദേവനും എടുത്തത്. ഈശ ആവാസ്യം, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ അവിടെ വിവർത്തനത്തിൽ പറയുന്നത്. അപ്പോ പക്ഷെ അരവിന്ദ ഘോഷ് ഈശ്വരൻ ഇതിനെല്ലാം, ഈ കാണുന്ന ഭൗതിക പദാർത്ഥങ്ങളും ശരീരങ്ങളിലും എല്ലാം വസിക്കുന്നു എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ അരവിന്ദ ഘോഷ് റെസൈഡ്സ് എന്നുള്ള ഒരു മീനിങ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. ഈ ഉപനിഷത്തിനെ കുറിച്ച് 10 പേര് അവര് ഭാഷ്യം എഴുതി കഴിഞ്ഞാൽ 10 രീതിയിലേ എഴുതുള്ളൂ. അത്രയ്ക്കും ആഴത്തിലുള്ള അർത്ഥം ഇതിനകത്തുണ്ട് എന്ന് മാത്രം ഇപ്പോഴും മനസ്സിലാക്കുക. അപ്പൊ ജഗത്ത്, ചുരുക്കി പറഞ്ഞാൽ ജഗത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ഈശ്വരനാണ്. അതാണ് ഈ ഈശാവാസ്യം ഇദം സർവം എന്നൊരു വാക്ക് അവിടെ ഉണ്ട്. ഈ സർവം ഇനി എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എടുത്താലും അതിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ഈശ്വരൻ. അപ്പൊ ഈ സത്യത്തെ ഈശാവാസ്യ ഉപനിഷത്ത് ഈശൻ അഥവാ ഈശ്വരൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈശാവാസ്യം ഇദം സർവം യത് കിഞ്ച ജഗത്യാം ജഗത്, ഏതൊരു നമ്മൾ പറയില്ല, ചെറിയൊരു പോയിന്റ് എടുത്താൽ പോലും അവിടെ എല്ലാം നിറഞ്ഞു, ഒരു മണൽത്തരിയിൽ പോലും മുഴുവനായിട്ട് നിറഞ്ഞിരിക്കുന്നത് ഈ ഈശനാണ്. അപ്പോൾ ഗുരു എന്താണ്, ഈശൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ എന്നുള്ള ആണ് അവിടെ ഗുരു പറഞ്ഞു. ഇനി 3-ാമത്തെ വരി വളരെ പ്രധാനമാണ്. അത് പക്ഷേ ഗുരു മറ്റൊരു രീതിയിലാണ് അത് വിവർത്തനം ചെയ്തത്. തേന ത്യക്തേന ഭുഞ്ചിത എന്നാണ്, ത്യജിച്ചിട്ട് ഭുജിക്കാനാണ്. പക്ഷെ ഗുരു പറഞ്ഞത് ചരിക്ക മുക്തനായി. അപ്പൊ ത്യജിച്ചിട്ട് ഭുജിക്കുക എന്നതിന് മുക്തി, മുക്തനാവുക
എന്നൊരർത്ഥമാണ് ശ്രീനാരായണ ഗുരുദേവൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം, മുക്തി മോക്ഷം കിട്ടണമെങ്കിൽ നമ്മളെ ത്യജിച്ചിട്ട് ഭുജിക്കണം. അപ്പൊ നമ്മൾ എന്തിനെ ത്യജിക്കും? ത്യജിച്ചാൽ പിന്നെ അതിനെ എങ്ങനെ ഭുജിക്കും? അപ്പൊ ഇത് ഇങ്ങനെയുള്ള പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ അനേകം വരുന്ന ഒരു ഉപനിഷത്താണ് ഈശാവാസ്യ ഉപനിഷത്ത്. ത്യജിക്കാൻ പറയുന്നു, പിന്നെ അതിനെ തന്നെ ഭുജിക്കാനും പറയും. അതാണ് മോക്ഷമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ വിവർത്തനത്തിൽ പറയുകയും ചെയ്യും. അപ്പൊ ഇതെല്ലാം കൂടെ ശരിയാവും? അപ്പൊ ഇവിടെ ത്യജിക്കുക എന്ന് പറയുന്നത്, നമ്മളൊരു വസ്തു എടുത്തു, അതിനൊരു പേരുണ്ട്, ഒരു രൂപമുണ്ട്. നമ്മളെ പ്രപഞ്ചത്തിലെ ഏത് വസ്തുക്കളെ നമ്മൾ എടുത്താലും, നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അറിയുന്ന എന്തിനെ എടുത്താലും അതിനൊരു നാമം, പേരുണ്ട്, ഒരു രൂപവുമുണ്ട്. നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കുക, അങ്ങനെ അല്ലാത്തത് ഏതെങ്കിലും പറയാൻ കഴിയും? ഒരു പേരുണ്ട്, ഒരു രൂപവുമുണ്ട്. അതിനെ നാമരൂപങ്ങളെ ത്യജിക്കാനാണ് പറയുന്നത്. പിന്നീട് എന്തവശേഷിക്കും? അതിനെ ഭുജിക്കാനാണ് പറയുന്നത്. അപ്പോഴാണ് മോക്ഷം കിട്ടും എന്നാണ്. അപ്പോൾ അതെങ്ങനെ സാധിക്കും? നമ്മളിപ്പോൾ ഇവിടെ ഒരു റോസാപ്പൂവുണ്ട്. നമ്മൾ ദിവസവും വ്യവഹരിക്കുന്ന നമ്മളെ ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ ഉദാഹരണമായിട്ട് പറയുന്നത്. ഒരു റോസാപ്പൂ നമ്മൾ പറയുന്നത് റോസാപ്പൂവാണ് എന്ന് പറയുന്നു. അപ്പം അങ്ങനെ പറയാൻ കാരണമെന്ത്? അപ്പം നമുക്കറിയാം റോസാപ്പൂ എന്ന് പറഞ്ഞാൽ അതിന് എന്തെല്ലാം ഗുണങ്ങളുണ്ട്, അതിൻ്റെ ഇതളുകൾ എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഇതളിൻ്റെയൊക്കെ നിറം. ഇപ്പം റോസാപ്പൂ ഒരുപാട് നിറത്തിലുണ്ട്. അതിൻ്റെ നിറം എങ്ങനെ, അതിൻ്റെ രൂപം, അതിൻ്റെ മണം. നമ്മൾ അതിൻ്റെ ഇതളുകൾ, നിറം, മണം, വലുപ്പം, ഇതെല്ലാം എന്താണ്? അതിൻ്റെ ഗുണങ്ങളാണ്. നമ്മൾ ഏത് വസ്തുവിനെ കുറിച്ചും പറയുന്നത് അതിൻ്റെ ഗുണങ്ങളെ കുറിച്ചാണ്. യഥാർത്ഥ വസ്തു ഏത്? നമ്മൾ പറയുന്നത് അതിൻ്റെ ഗുണങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതെ, നമ്മളെ പറ്റി ചോദിച്ചാൽ അത് റേഷൻ കാർഡിൽ നമ്മളെ പേരുണ്ട്, ഇത്ര കിലോ വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇത്ര യൂണിറ്റ് അരി നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ പറയുന്നത്, നമ്മളെ കുറിച്ച് ചോദിച്ചാൽ റേഷൻ കാർഡിലെ നമ്മളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ഞാൻ ആര്? അതുപോലെ ഈ ഇരിക്കുന്ന മൊബൈലായിട്ടിരിക്കുന്നു. മൊബൈലിന് കുറെ ഗുണങ്ങളുണ്ട്, അത് മാത്രമേ നമുക്കറിയാവൂ. ഇത് വസ്തു എന്താണ്? ഈ മൊബൈലായിട്ടിരിക്കുന്നത് എന്താണ്? ഈ ഞാനായിട്ടിരിക്കുന്നത് എന്ന് സ്വയം ചിന്തിക്കുക. അപ്പൊ അതിനെ അറിയണമെങ്കിൽ ഈ പുറമെ നമ്മൾ അറിയുന്ന, മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ അറിയുന്ന ഈ നാമരൂപങ്ങളെ നമ്മൾ ത്യജിക്കണം. ത്യജിച്ച് കഴിയുമ്പോൾ എന്തവശേഷിക്കുമോ അതിനെ ഭുജിക്കാനാണ് പറയുന്നത്. അതിനെയാണ് അറിവെന്നും ബോധമെന്നും അഖണ്ഡ ബോധമെന്നും ബ്രഹ്മം എന്ന വാക്കിന്റെ അർത്ഥം ബൃഹ് എന്നുള്ള സംസ്കൃത, അതിന്റെ റൂട്ട് അതാണ് സംസ്കൃതത്തില്. ബൃഹ് എന്ന് വെച്ചാൽ അതാണ് ധാതു എന്നാണ് സംസ്കൃതം സിദ്ധരൂപമൊക്കെ പഠിച്ചവർക്ക് അത് അറിയാൻ കഴിയും. അതായത് ഓരോ വാക്കിനും അതിന്റെ റൂട്ടുണ്ട്, വേരുകളുണ്ട്. അപ്പൊ ബൃഹ എന്ന് വെച്ചാൽ വ്യാപിക്കുന്ന, പെരുകി കാണുന്ന. അപ്പൊ എന്തോ ഒന്ന്, ഇപ്പൊ ഒരു വിത്ത്, ആ വിത്താണ് പിന്നീട് ഈ വൃക്ഷമായിട്ട് വളർന്നു വരുന്നത്, ശരിയല്ലേ? അപ്പൊ ഒരു ആൽ വൃക്ഷത്തിന്റെ വിത്തിനകത്ത് ആല് പൂർണ്ണമായിട്ടും ഉണ്ട്. സാഹചര്യം കിട്ടുമ്പോൾ അത് വളർന്നു വരികയാണ്. പക്ഷെ അവിടെ പിന്നെ വിത്തില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഈ വിത്തായിരിക്കുന്ന സത്യത്തിന് ഒരു മാറ്റവും കൂടാതെയാണ് ഇത് പെരുകി കാണുന്നത്. ഈ കാഴ്ചകൾ അസ്തമിച്ചാലും അവസാനിച്ചാലും ഇതിൻ്റെ ഉറവിടമായ ആ ബോധം അങ്ങനെ തന്നെ നിൽക്കും എന്നാണ്. അപ്പോൾ അതിനെ നമ്മൾ ഭുജിക്കാനാണ്. അപ്പോൾ അതിനെ ഭുജിക്കണമെങ്കിൽ അതിൻ്റെ ഇപ്പോൾ ഒരു കുളം നിറച്ച് പായൽ മൂടിക്കിടക്കുകയാണ്. കുളത്തെ കണ്ടുകൂടാ, കുളമാണെന്ന് കണ്ടുകൂടാ. പായലൊന്ന് മാറ്റിക്കഴിഞ്ഞ് അതിനകത്ത് ആ തെളിഞ്ഞ വെള്ളം നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നമ്മൾ അനേകം ചിന്തകൾ, ഓരോ സെക്കൻഡിലും നൂറുകണക്കിന് സങ്കല്പങ്ങളും ചിന്തകളും വാസനകളുമാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മളൊന്ന് ശുദ്ധീകരിക്കണം. ആ ശുദ്ധീകരണ പ്രക്രിയ, പ്യൂരിഫിക്കേഷൻ, അതിനെയാണ് ഇവിടെ ത്യജിക്കുക എന്ന് പറയുന്നത്. അപ്പോഴ് പായൽ മാറ്റുമ്പം തെളിഞ്ഞ നീര് കാണുന്നത് പോലെ പിന്നെ അവശേഷം ഉള്ളിൽ എന്താണ്? ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട്, അച്ഛസ്ഫടികമായിട്ട് ഈ ബോധം, അതാണ് ആത്മാ എന്ന് പറയുന്ന ആ ബോധം, അഖണ്ഡ ബോധം ഉള്ളിൽ തെളിയും എന്നാണ് പറയുന്നത്. അതിനെ ഭുജിക്കാനാണ് പറയുന്നത്. അപ്പം അത് പരമമായ ആനന്ദമാണ്. അപ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തി എന്തിനു വേണ്ടിയാണ്? ആനന്ദത്തിന് വേണ്ടിയാണ്.
അല്ലെ? നമ്മൾ പണം ഉണ്ടാക്കണം. എല്ലാവരും എന്തിന് പണം ഉണ്ടാക്കണം? അത് സുഖിക്കാൻ വേണ്ടി പണം ഉണ്ടാക്കും. ഗുരു തന്നെ അത് സമ്മതിച്ച് പറയുന്നുണ്ട് ആത്മോപദേശത്തിൽ. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു. അതിനെയാണ് ഗുരു ഒരു മതം എന്ന് പറയുന്നത്. ജഗതിയിൽ ഇമ്മതം ഏകം എന്ന് ഗുരുദേവൻ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ഗുരു പറഞ്ഞ മതത്തിനെ കുറിച്ച് ഇന്ന് തർക്കമാണ്. ഘോരഘോരം പ്രസംഗങ്ങളും തർക്കങ്ങളും. ഗുരുദേവൻ വ്യക്തമായി പറയുന്നു. ഗുരുദേവൻ പറയുന്ന ഏകമതം, ഒരു മതം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം, സകലവും ഇങ്ങ് സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഇമ്മതം ഏകം എന്ന് ഞാൻ പറയല്ല, ഗുരുദേവൻ പറയുന്നു. ഏകമെന്ന് ചിന്തിച്ച് അകമണയാതെ അകതാരമർത്തിടയണം. അപ്പൊ ഇതൊന്നും നമ്മുടെ മുന്നിലുണ്ടെങ്കിലും നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. അത് ഗുരുദേവൻ പറഞ്ഞ മതം ഇതാണ്, ഇത് മതേതരത്വം ഇതാണ്, ഇതാണ് തർക്കങ്ങളും ചാനലുകളിൽ വന്നിരുന്ന് വരെ ചർച്ച ചെയ്യാൻ. ഗുരുദേവൻ വ്യക്തമായി എന്താണ് ഗുരുവിൻ്റെ അഭിപ്രായത്തിൽ മതം, ഏകമതം എന്ന് ഗുരു വ്യക്തമായി, ജഗതിയിൽ ഇമ്മതം ഏകം, അവിടെ ഒരു ഒളിച്ചൊന്നും വയ്ക്കുന്നില്ല, വളരെ വ്യക്തമായി പറയും. ചിന്തിച്ച് അഘമെന്ന് വെച്ചാൽ പല പല കർമ്മങ്ങൾ, പാപകർമ്മങ്ങളിൽ ചെന്ന് അണയാതെ അകതാര്, അവിടെയും പറയുന്നത് എന്താണ്? ഉള്ള്. അകതാരെന്ന് പറയുന്ന ഉള്ള് അമർത്തിടയണം. അപ്പോഴേ ഇത് തെളിയുള്ളൂ. നമ്മൾ പലതിലേക്ക് പോയി, നമ്മുടെ മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ് ഒരു നിമിഷം കൊണ്ട് പലതിലേക്ക് പോവുക. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ ഈ പായൽ മൂടിയതുപോലെ ഈ സത്യം, അത് ഇതിൽ പറയും, മൂടപ്പെടുന്നു പൊൻപാത്രം കൊണ്ട് സത്യം അതിൻ മുഖം എന്ന് ഈശാവാസ്യം തന്നെ പറയുന്നുണ്ട്. അങ്ങനെ സത്യത്തിൻ്റെ മുഖം, സൂര്യനെ നമുക്ക് കാണാൻ കഴിയില്ല. കാര്യം എന്താണ്? രശ്മി കൊണ്ട് കണ്ണ് നമ്മൾ നേരെ നോക്കിയാൽ അതിൻ്റെ ഈ രശ്മി കൊണ്ട് നമ്മളെ ആ സൂര്യനെ ശരിക്കും സൂര്യൻ തന്നെ മറച്ചിരിക്കുകയാണ്. ആ രശ്മി പൊഴിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യൻ ആരെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഇവിടുത്തെ ഈ പ്രപഞ്ചമായിട്ട്, ഈ പ്രപഞ്ചത്തിലെ ഇത്രയും ഊർജ തരംഗങ്ങളായിട്ട് നിൽക്കുന്ന ആ പുരുഷൻ, ആ ആത്മാ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം നമ്മളിൽ ഒരുപാട് മാലിന്യങ്ങളുണ്ട്. അപ്പം അതാണ് തേന തെക്തേന. ഈ മാലിന്യങ്ങളെല്ലാം അത് നാമരൂപങ്ങളാണ്. അതിനെ ത്യജിച്ചിട്ട് പിന്നെ എന്തവശേഷിക്കുന്നു? അതിനെ ഭുജിക്കുക. അതാണ് ഗുരു പറഞ്ഞ ചരിക്ക മുക്തനായി. അപ്പോഴാണ് മുക്തനായി. ഗൃധ. അപ്പം അങ്ങനെ വന്നാൽ നമുക്ക് ഒരു പ്രവൃത്തി ചെയ്തിട്ട് വേണ്ട സുഖം കിട്ടാൻ. ഉള്ളിൽ നിന്ന് തന്നെ ഈ സുഖം എപ്പോഴും കിട്ടും. അപ്പം അങ്ങനെയുള്ള ആൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തന്നെ ആഗ്രഹമില്ല. ഗൃധ കസ്യ സിദ്ധനം. അതുകൊണ്ട് മറ്റാരുടെയും ധനം ആഗ്രഹിക്കരുത്. ചരിക്ക മുക്തനായി ആശിക്കരുത് ആരുടെയും ധനം എന്നാണ് ഗുരു അതിന് പറഞ്ഞത്. അപ്പം അത് ധനം ആശിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോട് പറഞ്ഞ അയാൾ ആദ്യം ആഗ്രഹിക്കുന്ന ധനമായിരിക്കും. ഒരാൾ ഒരു മരുന്ന് കൊടുത്തവരാ നമ്മൾ കേട്ടിട്ടുണ്ട്. മരുന്ന് കൊടുത്ത് ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ രോഗം മാറും, പക്ഷെ മരുന്ന് കഴിക്കുമ്പോൾ കുരങ്ങിനെ വിചാരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ മരുന്ന് കഴിക്കാൻ എടുക്കുമ്പോഴത്രയും മനസ്സിൽ കുരങ്ങാണ് വരുന്നത്. അപ്പൊ ഇയാൾ ഈ വൈദ്യന്റെ അടുത്ത് പോയി പറഞ്ഞു, വൈദ്യരെ ഈ കുരങ്ങിന്റെ കാര്യം പറയാതിരുന്നെങ്കിൽ ഞാൻ അത് കുരങ്ങിനെ വിചാരിക്കുകയില്ല, ഈ മരുന്ന് കഴിക്കുകയും ചെയ്യുക. അപ്പൊ അതുപോലെയാണ് നമ്മൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സാണ് അതേ ചെയ്യുള്ളൂ. അപ്പൊ അങ്ങനെയല്ല അത് അമർന്ന് വരേണ്ടത്. നമുക്കുള്ളിൽ ഇത് അനുഭവപ്പെട്ട് വരുമ്പോൾ നമ്മൾ ഈ പ്രവൃത്തികളിൽ നിന്ന് താനേ നമ്മൾ അടങ്ങിയാണ് വരേണ്ടത്. അത് അറിഞ്ഞിട്ട് നമ്മൾ അടങ്ങണം. ഒരിക്കൽ ഒരു കുട്ടി ഒന്നും പറഞ്ഞ അനുസരിക്കില്ല. അതിൻ്റെ അടുത്ത് അമ്മ, അങ്ങനെ ഈ അമ്മ ഈ കുട്ടിയെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് ചോദിച്ചു, ഒരു 5 വയസ്സൊക്കെ ഉള്ളു, നിന്റെ പേരെന്താ? ഡോണ്ട് ഡു എന്നാണ്. ഡോണ്ട് ഡു എന്ന് വെച്ചാൽ അത് ചെയ്യരുത്. അപ്പോൾ ഈ അമ്മ എപ്പോഴും അത് അരുത് ചെയ്യരുത് എന്ന് പറയും. അതുകൊണ്ടാണ് അവ അനുസരിക്കാത്തത്. ഇപ്പം എന്നാലും ഒരു പരസ്യം അവിടെ വെച്ചിട്ട് ഇത് വായിക്കരുതെന്ന് എഴുതി വെച്ചാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അപ്പം ഈ ഒരു മനഃശാസ്ത്രം നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കണം. വേദാന്തം എന്തെങ്കിലും ചെയ്യരുതെന്ന് പറയുന്നതല്ല. ഇത് താനേ വരുമ്പോൾ നമ്മൾ പിന്നെ ഈ ധനമൊന്നും മറ്റാരുടെയും ധനം നമ്മൾ ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. നമ്മൾ വേദാന്തം ഒരു പ്രാർത്ഥനയ്ക്കും ആവശ്യപ്പെടുന്നില്ല. ഗുരു തന്നെ ദൈവദശകത്തിൽ അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ എന്നാണ്. നമുക്ക് തരയണമേ എന്ന് ഗുരു പറയുന്നില്ല, ഇപ്പോഴേ തന്ന് രക്ഷിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സത്യത്തെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. അപ്പോൾ ഇതാണ് അതിലെ ആദ്യത്തെ ഒരു
ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇത് ഇപ്പം 8 മണിയാകാറായി, നമുക്കിത് പൂർണ്ണമായിട്ടൊന്നും മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഞാൻ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ മാത്രമൊന്ന് പിന്നീട് ഗുരു പറയുന്നത്, അപ്പോൾ ഇനി നമുക്ക് ഈ സംസ്കൃതവും മലയാളവും കൂടെ ഒന്നും എടുത്തു പോകാനുള്ള ഒരു സമയമില്ല. നമുക്ക് ഗുരുവിൻ്റെ വിവർത്തനത്തിൽ നിന്ന് നമുക്ക് മുമ്പോട്ട് പോകാം. അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ് അസംഗനായി ഇരിക്കുക ഇതല്ലാതില്ലൊന്നും നരന് ചെയ്തിടാൻ. അപ്പൊ അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ് അസംഗനായി ഇരിക്കുക ഇതല്ലാതില്ലൊന്നും നരന് ചെയ്തിടാൻ എന്നാണ്. അപ്പൊ ഈ കർമ്മ സിദ്ധാന്തം, കർമ്മ രഹസ്യമാണ് ഇവിടെ ഗുരു പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്ന് ഇത് മനസ്സിലാക്കണമെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതം നമ്മൾ എടുത്താൽ മതി. അപ്പം അവിടെ ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. ഈ ജാതി വ്യത്യാസം ഒക്കെ മാറ്റി ഒരു വലിയ വിപ്ലവം തന്നെ സൃഷ്ടിച്ച് വലിയൊരു ജാതിയൊക്കെ മാറ്റിയ ഒരു നേതാവാണ്, അല്ലെ അങ്ങനെ ഒരു സമുദായത്തിൻ്റെ അല്ലെ ഒരു സമൂഹത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒരു പേരിനും പ്രശസ്തിക്കും ശ്രീനാരായണ ഗുരുദേവൻ ആഗ്രഹിച്ചിരുന്നു. ഈ ഉച്ചനീചത്വങ്ങൾ പൂർണ്ണമായും മാറണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് ഗുരു തീരുമാനിച്ചിരുന്നു. നമ്മൾ ഇതൊക്കെ സ്വയം നമ്മൾ പരിശോധിക്കണം. അപ്പം ഗാന്ധിജി തന്നെ ഈ ജാതി വ്യത്യാസത്തെക്കുറിച്ചൊക്കെ ഗുരു പറഞ്ഞത്, അതിൻ്റെ രൂക്ഷത ഓർത്താൽ ഗാന്ധിജി ഇനിയും ഇവിടെ വരേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഇനിയും ജനിക്കേണ്ടി വരും എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പൊ ഗുരുവിന് വ്യക്തമായി അറിയാം ഇതൊന്നും അങ്ങനെ പൂർണ്ണമായൊന്നും, അപ്പൊ അത് അറിയാതെ ഒന്നും അല്ല ഗുരു ഇതൊന്നും ചെയ്തത്. നമ്മളത് ഗുരുദേവൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഗുരുവിന് അങ്ങനെ ഒന്നും അല്ല ഇത്. അപ്പൊ ഇവിടെ അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ് അസംഗനായി. അപ്പൊ ഈ കർമ്മമൊക്കെ സംഘമില്ലാതെ നമ്മൾ അറ്റാച്ച്മെന്റ്. അപ്പൊ നമ്മളെ കർമ്മങ്ങൾ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ഒരു പരീക്ഷ എഴുതുന്നു, പഠിച്ച് പരീക്ഷ എഴുതുന്നു, പഠിക്കുക എന്നുള്ള കർമ്മം, പരീക്ഷ എഴുതി ഉന്നതമായ മാർക്കൊക്കെ കിട്ടി വലിയൊരു ജോലി നമുക്ക് കിട്ടണം, അങ്ങനെ ഒരു. അപ്പം നമ്മുടെ കർമ്മങ്ങൾക്കെല്ലാം ഒരു ഭൗതികമായിട്ട് ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പം ഗുരു ഇവിടെ പറയുന്ന അങ്ങനെയല്ല കർമ്മം ചെയ്യാൻ. അല്ലെങ്കിൽ അന്ത്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ശരീരം വീഴുന്നത് വരെ അസംഗനായി, അറ്റാച്ച്മെന്റ് ഇല്ലാതെ, മനസ്സിൽ ഒരു ആഗ്രഹവും ഇല്ലാതെ. അപ്പം അങ്ങനെ കർമ്മം ചെയ്യാൻ കഴിയുമോ? ഒരാളൊരു കർമ്മം ചെയ്യണമെങ്കിൽ അതിൻ്റെ നമ്മുടെ മുന്നിൽ ഒരു ലക്ഷ്യം വേണം, അല്ലേ? ലക്ഷ്യമില്ലാതെ ആരും കർമ്മം ചെയ്യുമെന്ന് തോന്നുന്നില്ല. ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ഏത് നല്ലതാകട്ടെ മോശമാകട്ടെ, ഒരു കള്ളം മോഷ്ടിക്കുമ്പോഴും അവനൊരു ലക്ഷ്യമുണ്ട്. ഗുരു പറയുന്ന അങ്ങനെ അല്ലാതെ ചെയ്യണം. നമുക്ക് നോക്കാം അങ്ങനെ പറ്റുമോ എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാതിരുന്നൂടെ. അപ്പം നമ്മൾ പറയണ രമണ മഹർഷി എപ്പോഴും പറയുന്നത് ഉപദേശമല്ല, എപ്പോഴും വെറുതെ ഇരുന്ന് ഇങ്ങനെ ചുറ്റും ഇരിക്കുന്നവരോടൊക്കെ ചുമ്മേരി എന്ന് പറയും. അങ്ങനെ ഒരു ചുമ്മയിരിക്കൽ സിദ്ധാന്തം തന്നെ ശിഷ്യന്മാരുണ്ടാക്കി രമണ മഹർഷിയെക്കുറിച്ച്. ശ്രീനാരായണ ഗുരുദേവൻ രമണ മഹർഷിയെ കാണാൻ പോയത് നമുക്കറിയാം. ഗുരുദേവൻ ചെന്നപ്പോൾ രമണ മഹർഷി താഴെ വന്ന് വിളിച്ചു കൊണ്ടുപോയി. രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. അപ്പോൾ 2 ഗുരുക്കന്മാരുടെയും ശിഷ്യന്മാർ നോട്ട് പുസ്തകവും, അന്ന് റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനമൊന്നുമില്ല, പെൻസിലും പേനയൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. ഇത്രയും മഹത് ഗുരുക്കന്മാരുടെ ഈ സംഭാഷണം എഴുതിയെടുക്കണം, അത് ലോകത്തിന് ഉപകാരപ്രദവും. പക്ഷെ അവരുടെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് ഇവർ രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. അവസാനം രമണ മഹർഷി പറഞ്ഞ് ആഹാരം കഴിക്കാൻ വരാൻ ക്ഷണിച്ചു. ഗുരു പോയി ആഹാരം കഴിച്ച് അവിടുത്തെ നോട്ട് പുസ്തകത്തിൽ നിർവൃതി പഞ്ചകം, അതിൽ തന്നെ പറയുന്നത് നാടേത്, വീടേത്, പേരെന്ത്, ജാതി എന്ത് എന്നുള്ള ചോദ്യങ്ങൾ അവസാനിച്ചത് ആർക്കാണോ അവനാണ് നിർവൃതി എന്നാണ്. അപ്പം നമ്മൾ കണ്ടാൽ അതാണ്, എൻ്റെ പേരെന്ത്, നീ എവിടെ നിന്ന് വരുന്നു, നിന്റെ ജോലി എന്ത്, ഇതാണ് നമ്മുടെ. അപ്പം ഇവരങ്ങനെ ഒന്നും സംഭാഷണം നടത്തിയില്ല. ഗുരു ഇങ്ങനെ എഴുതിയിട്ടിട്ട് അങ്ങ് പോയി. അപ്പോൾ ഈ സംഭാഷണം എന്ന് പറയുന്ന ഒരു കർമ്മം തന്നെ എവിടെ നിന്നാണ് വരുന്നത്? അപ്പൊ ചുമ്മാ ഇരിക്കാനാണ്. അപ്പൊ അങ്ങനെ ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? പിന്നെ കർമ്മം ചെയ്യാൻ പറയുന്നു, കർമ്മം ചെയ്ത് എന്ന് തന്നെ. അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ് അസംഗനായി. കർമ്മം ചെയ്യണ്ടെന്ന് പറയുന്നില്ല. ഗുരുദേവൻ തന്നെ വെറുതെ പോയി ഗുഹയിൽ ഇരുന്ന ആളല്ല. ഗുരുദേവൻ ചെയ്ത കർമ്മങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചുമ്മാ ഇരിക്കുകയാണ്.
ഇനി ഞാൻ ഒരു കർമ്മവും ചെയ്യുന്നില്ല, ചുമ്മാ ഒരിടത്ത് ചുമ്മാ ഇരിക്കുക. എത്ര സമയം ഇരിക്കാൻ പറ്റും? കുറേ സമയം ഇരിക്കുമ്പം നമുക്ക് നടുവൊക്കെ വേദനിക്കും അല്ലേ? നടുവൊക്കെ വേദനിച്ച് ഒരു ചൂടൊക്കെ കയറും, നമുക്ക് എഴിക്കണം അല്ലെങ്കിൽ കിടക്കണം. അപ്പോൾ അതെന്താണ്? ഈ ഇരിക്കുക എന്ന് പറയുന്നതും ഒരു കർമ്മമാണ് അല്ലേ? ശരിയല്ലേ? ഇരിക്കുക എന്ന് പറയുന്നത്. ഇനി കിടക്കുകയാണ്. ഇപ്പം നമുക്കറിയാം കിടപ്പ് രോഗികളുണ്ട്. അവർ കുറേ നാൾ കിടക്കുമ്പോൾ ബെഡ് സോറൊക്കെ വരും, ശരീരത്തിൽ വ്രണങ്ങളൊക്കെ വരും. അത് വരാതിരിക്കുക ഇപ്പോൾ വാട്ടർ ബെഡും ഒക്കെ ഇടും. അപ്പോൾ കിടക്കുക എന്നൊരു കർമ്മമാണ്. ഈ ശരീരം ഉണ്ടോ, കർമ്മം ചെയ്യാതെ ഇരിക്കാൻ ആർക്കും സാധ്യമല്ല. ശരീരം ഉള്ളിടത്തോളം കാലം കർമ്മം ചെയ്യാതിരിക്കുക എന്നൊരു കാര്യമേ സാധ്യമല്ല. ഈ സത്യം മനസ്സിലാക്കിയിട്ടാണ് ഗുരു പറഞ്ഞത് അന്ത്യം വരെയും കർമ്മം ചെയ്യും. പക്ഷെ എങ്ങനെയായിരിക്കണം? അസംഗനായി എന്ന് വെച്ചാൽ ഈ കർമ്മത്തോടോ ഇതിനോട് കയറി ഒട്ടരുത് എന്നാണ് പറയുന്നത്. സംഘം പാടില്ല. ഇത് ഇന്ന കാര്യത്തിന് അങ്ങനെയില്ല. നമ്മൾക്ക് വന്നു ചേരുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്തു പോവുക എന്നുള്ളതാണ്. ഇപ്പം ശ്രീനാരായണ ഗുരുദേവൻ തന്നെ നമ്മളീ അറിഞ്ഞ രീതിയിലല്ല ഗുരുവിൻ്റെ കർമ്മങ്ങൾ. ഗുരു മരുത്വാമലയിൽ തപസ്സൊക്കെ, ഗുരു വീടൊക്കെ ഉപേക്ഷിച്ച് പോയ ആളാണ്. ഒരു അവധൂത സ്വഭാവം ഉള്ള ആളാണ്. അവധൂതൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ എല്ലാം കുടഞ്ഞു കളഞ്ഞവനാണ്. അങ്ങനെ തൻ്റേതായിട്ട് ഉള്ള സകലതും കുടഞ്ഞു കളഞ്ഞിട്ട് പോയ ആളാണ് ഗുരു. അവിടെ പോയിട്ട് അരുവിപ്പുറത്ത് വന്ന് കൊടിതൂക്കി മലയിൽ ഇരുന്നപ്പോഴാണ് കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നത്. അപ്പം ഈ ആൾക്കാർ കൂടുതലും വന്നത് ഗുരുവിൻ്റെ ആദ്യകാല ശിഷ്യന്മാരെല്ലാം സവർണരായിരുന്നു. പക്ഷെ ഗുരുവിനെ സമീപിച്ചവരൊക്കെ താഴ്ന്ന ജാതിക്കാരായിരുന്നു. അവർ പറഞ്ഞ ഒരു സങ്കടം, ഞങ്ങൾക്ക് ഒന്ന് പോയി തൊഴാൻ പോലും ഒരു അമ്പലമില്ല. അപ്പൊ ഗുരു പറഞ്ഞ് അതിനെ വിഷമിക്കേണ്ട കാര്യമില്ല, അത് നമുക്ക് തന്നെ ശരിയാക്കാം. അങ്ങനെയാണ് അരുവിപ്പുറത്ത് ഈ പ്രതിഷ്ഠ നടത്തുന്നത്. അല്ലാതെ ഗുരുവിനെ എനിക്ക് ശിവനെ പ്രതിഷ്ഠിക്കണം എന്നൊന്നും ഗുരുവിന് ഒരു ആഗ്രഹവുമില്ല. ശിവനെ പ്രതിഷ്ഠിച്ചാലും ഇല്ലെങ്കിലും ഗുരുവിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ അതിൻ്റെ ആവശ്യമുള്ള കുറച്ച് ആൾക്കാർ ഉള്ളതായിട്ട് ഗുരു കണ്ടു. അപ്പം ഗുരു ശരീരമുണ്ട് ഗുരുവിന്, കർമ്മം ചെയ്യുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഉപകാരമായ ഒരു കർമ്മം ചെയ്യാം. ആത്മോപദേശത്തിൽ വ്യക്തമായി പറയുന്നു, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്ന സുഖത്തിനായി വരെ. അങ്ങനെയാണ് ഗുരു പ്രതിഷ്ഠകളിലേക്ക് വന്നത്. പിൽക്കാലത്ത് ശ്രീനാരായണ ഗുരുദേവൻ തന്നെ പറയുന്നുണ്ട്, ഈ അമ്പലങ്ങളിലൂടെ ആൾക്കാരെ ഒരുമിപ്പിക്കാം എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ നേരെ മറിച്ചാണ് അനുഭവം. അതുകൊണ്ട് ഇനി ക്ഷേത്രങ്ങൾ ആവശ്യമില്ല, വിദ്യാലയങ്ങൾ മതി. ഈ ക്ഷേത്രങ്ങളുടെ പേരിൽ പിന്നെ വഴക്കായി തമ്മിൽ. കളവങ്കോടൊക്കെ ഗുരു ചെല്ലുമ്പോൾ പല അഭിപ്രായങ്ങൾ. അവിടെ താഴ്ന്ന ജാതിക്കാരെ വീണ്ടും കയറ്റില്ല. അപ്പം ഈഴവരെക്കാളും താഴ്ന്നവരുണ്ട്, ഇവരെ കയറ്റില്ല. അപ്പം പകുതി ആൾക്കാർ പറയുന്നു ഞങ്ങൾ അവരെ കയറ്റാം, പകുതി പേര് പറയുന്നു കയറ്റില്ല. വേറൊരു അമ്പലത്തിൽ ചെന്നപ്പം ക്ഷേത്ര ഭരണ സമിതി 2 സംഘമായിട്ട് വഴക്കാണ്. പക്ഷെ താഴ്ന്ന ജാതിക്കാരെ കയറ്റില്ല എന്നുള്ളതിൽ അവർക്ക് ഏകാഭിപ്രായം. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞ, അപ്പം നിങ്ങൾ വഴക്കില്ലല്ലോ, നിങ്ങൾക്ക് ഒരേ അഭിപ്രായമല്ലേ എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഗുരു പറഞ്ഞു ക്ഷേത്രങ്ങൾ. അപ്പം അങ്ങനെ ഒരു കാര്യം ചെയ്ത് ഇവരെ ഒരുമിപ്പിക്കുക എന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പം നോക്കിയപ്പോൾ മറിച്ചാണ് അനുഭവം എന്ന് തന്നെ ഗുരു ആ വാക്ക് തന്നെ പറയുന്നുണ്ട്. ക്ഷേത്രം വന്നാൽ എല്ലാവരെയും, ഗുരു തന്നെ എഴുതി വെച്ചത്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. പക്ഷെ പിന്നീട് വന്നപ്പോൾ അതല്ല അനുഭവം. ആ ക്ഷേത്രത്തിൻ്റെ പേരിൽ വഴക്ക് ഉണ്ടാവേ. അപ്പോൾ ഗുരു പറഞ്ഞു ഇനി അതിൻ്റെ ആവശ്യമില്ല, ഇനി വിദ്യാലയങ്ങളും വായനശാലകളും ഒക്കെ മതി എന്ന് പറയുന്ന. അപ്പോൾ അസംഗനായി എന്നുള്ള വാക്കിനാണ് ഇവിടെ പ്രാധാന്യം. അറ്റാച്ച്മെൻ്റ് ഇല്ല, സംഘമില്ല ഒന്നുമായിട്ട്. അപ്പം നമ്മൾ നിൽക്കുന്നത് അതിൻ്റെ നടുവിൽ തന്നെ, പക്ഷേ മറ്റൊരാൾ നിൽക്കുന്നത് പോലെയല്ല. ഗുരു തന്നെ ശാരദാ പ്രതിഷ്ഠ കഴിഞ്ഞ് ചട്ടമ്പി സ്വാമികളെ കണ്ടപ്പോൾ അവരെ സുഹൃത്തുക്കളായിരുന്നു, സതീർത്ഥ്യരായിരുന്നു. തെക്കാട്ട് അയ്യാവ് എന്ന് പറയുന്ന ഒരു യോഗാചാര്യൻ്റെ കീഴിൽ 2 പേരും ശിവരാജയോഗം എന്നൊരു യോഗ വിദ്യ അഭ്യസിച്ചിരുന്നു. അപ്പോൾ ചട്ടമ്പി സ്വാമികളാണ് ശ്രീനാരായണ ഗുരുവിനെ അവിടെ വിളിച്ചു കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ ഈ ശാരദാ പ്രതിഷ്ഠ കഴിഞ്ഞു ചട്ടമ്പി സ്വാമികളെ കണ്ടപ്പോൾ ഗുരു പറഞ്ഞു, ഇങ്ങനെ നാം ശിവഗിരിയിൽ ശാരദയെ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ ചോദിച്ചു, പ്രവൃത്തിയാരുദ്യോഗം ഉണ്ടല്ലേ?
അപ്പൊ ഈ സന്യാസിയായി പോയിട്ടും ഈ പ്രവൃത്തിയാൽ ഉദ്യോഗം ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഗുരു പറഞ്ഞു പ്രവൃത്തിയുണ്ട്, ആരില്ല എന്ന്. അപ്പോൾ കർമ്മം ചെയ്യുന്നുണ്ട്, അത് ചെയ്യാതിരിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷെ ഞാൻ അത് ചെയ്യുന്നു എന്നൊരു ഭാവം ഇല്ല എന്നാണ് ഗുരു പറഞ്ഞത്. അപ്പൊ അങ്ങനെ അപ്പൊ ഗുരു ചെയ്ത കർമ്മങ്ങൾ നമ്മൾ എടുക്കുക, ഗുരുവിന് ഒരു ബെനിഫിറ്റ്, എന്തെങ്കിലും ഒരു ലാഭം കിട്ടാനായി എന്തെങ്കിലും കർമ്മം ചെയ്തു. അങ്ങനെ ചെയ്യുന്ന കർമ്മത്തെയാണ് അസംഗനായി. അപ്പം നമുക്ക് കർമ്മം ശരീരമുണ്ടോ കർമ്മം ചെയ്തേ മതിയാവൂ. പക്ഷെ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ സംഘമില്ലാതെ നമുക്ക് വന്നു ചേരുന്ന കർമ്മം നമ്മൾ ചെയ്യണം. ഇപ്പം ആഹാരം കഴിക്കുക കർമ്മമാണ്, കഴിക്കാതിരിക്കാൻ കഴിയും ഇല്ല. പക്ഷെ ആഹാരത്തിനോട് കൂടുതൽ സംഘം, എനിക്ക് എല്ലാ ദിവസവും കോഴി ഇറച്ചി ചിക്കൻ കഴിച്ച്, അങ്ങനെ കൂടുതൽ ചിക്കൻ കഴിച്ച ആ ചിക്കൻ തന്നെ ഇയാളെ തട്ടും ഇല്ലേ, കോഴി തന്നെ ഇവനെ കൊല്ലും കൂടും. അപ്പം ഈ കർമ്മം കൂടിയാലും ദോഷവും. അപ്പം അത് മിതമായിട്ട്, യോഗ കർമ്മസ്വ കൗശലം എന്നാണ് ഭഗവത്ഗീത. യോഗം നമ്മളെ യോഗ എന്ന്, അത് കർമ്മത്തിൻ്റെ കൗശലമാണ്. ഇത് അമിതവും ആവരുത്, മിതവും വളരെ കുറഞ്ഞും പോകരുത്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഈ സംഘം ആഗ്രഹങ്ങളും തൃഷ്ണയും ഒന്നും ഇല്ലാതിരിക്കണം. കൗശലം ഒരു നാക്കിൽ ചെയ്തു പോകാനാണ് പറഞ്ഞത്. അതാണ് ഇവിടെ ഗുരു ഈ ഉപനിഷത്തിൻ്റെ രണ്ടാമത്തെ. ഇത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് പകർത്തണം. അല്ലാതെ നമ്മളിവിടെ വന്ന് നമ്മൾ കുറേ അർത്ഥം കേട്ട് അങ്ങനെ പോയിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഇതൊക്കെ എന്തിനാണ് ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ളവർ എഴുതി വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇത് ആരെങ്കിലും ഒരാളെങ്കിലും ഇത് ഗ്രഹിക്കട്ടെ. ഗുരു ആത്മോപദേശം എന്നുള്ള ഗുരു ഒന്നും എഴുതി വയ്ക്കാറില്ല, പറഞ്ഞു കൊടുത്ത് എഴുതിക്കുകയാണ്. അപ്പം ഈ ഗ്രന്ഥം രചിച്ച് അതന്ന് പ്രസിദ്ധീകരിച്ചു. അപ്പം ആ സമയത്ത് നമ്മുടെ ഭാർഗവൻ വൈദ്യർ എന്ന് പറയുന്ന ഒരു ഗൃഹസ്ഥ ശിഷ്യൻ ഗുരുവിനുണ്ടായിരുന്നു. ഗുരുവിനോടൊപ്പം ഗുരു ഒരു 7 വയസ്സിൽ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയതാണ്. ഗുരുവിൻ്റെ സമാധി സമയത്ത് അടുത്തുണ്ടായിരുന്ന 2 പേരിൽ ഒരാളാണ്. ഈ ഭാർഗവൻ വൈദ്യർക്ക് ഒരിക്കൽ ഒരു 10-13 വയസ്സൊക്കെ ഉള്ളപ്പോൾ ശിവഗിരിയിൽ നിന്നാണ് വളർന്നത്. അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് ആറാട്ട് കാണാനായിട്ട് വരാൻ വലിയ ആഗ്രഹം. അപ്പം അങ്ങനെ ആറാട്ട് കാണാൻ വരണമെന്നൊന്നും പറഞ്ഞാൽ ഗുരുദേവൻ ചിലപ്പോൾ സമ്മതിക്കില്ല. അതുകൊണ്ട് പറഞ്ഞ്, ഗുരുദേവ ആറാട്ട് വരികയാണ്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട്, അത് ഒരുപാട് പണ്ഡിതന്മാരൊക്കെ അവിടെ വരും, അവിടെ നമ്മുടെ ആത്മോപദേശ ശതകം കൊണ്ടുപോയാൽ നമുക്കത് വിൽക്കാൻ സാധിക്കും. അപ്പം പറഞ്ഞെടാ, അത് നീ കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകും, അത് ആരും വാങ്ങില്ല. അപ്പം ഇയാൾക്ക് സന്തോഷമായി. ഇതിൻ്റെ പേരിൽ ആറാട്ട് കാണാമല്ലോ. അങ്ങനെ ഈ പുസ്തകമൊക്കെ ഇവർ 2 പേരായിട്ട് പുസ്തകമൊക്കെ ചുമന്ന് ഇവിടെ വന്ന് ശംഖുമുഖത്ത് വന്ന് നിന്ന് തലയിൽ പുസ്തകമൊക്കെ ചുമന്ന് ബ്രഹ്മശ്രീ ശ്രീനാരായണ ഗുരുദേവ പരമഹംസർ എഴുതിയ അത്യുജ്വല ആധ്യാത്മിക കൃതി ആത്മോപദേശ ശതകം, ഇത് ഒരു കോപ്പി പോലും വിറ്റില്ല. അപ്പൊ പിന്നെ ഗുരുദേവൻ ഇങ്ങനെ മൂളുമെന്നാണ് പറയും, മൂളി ചോദിക്കും എന്നാണ് ഭാർഗവൻ വൈദ്യൻ. പിറ്റേ ദിവസം നീ പോയ കാര്യം എന്തായി എന്ന് ചോദിച്ചു, എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ ഒന്നും വിറ്റില്ല. എടാ, അത് ജിജ്ഞാസുക്കൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ എനിക്ക് ഈ അറിവ് അറിഞ്ഞേ അടങ്ങൂ, പരമമായ അറിവ് ഏതാണ് അത് ഞാൻ അറിഞ്ഞേ അടങ്ങൂ എന്ന് ദൃഢ നിശ്ചയം ചെയ്ത ഒരാൾ മാത്രമേ ഈ ഗ്രന്ഥം വായിക്കൂ. അപ്പം ആറാട്ടിന് അങ്ങനെ ആരും വന്നില്ല. അതുകൊണ്ട് അത് വാങ്ങൂല്ല എന്ന് ഗുരുവിന് വ്യക്തമായ. അതുകൊണ്ട് നമ്മളിത് ഇത്രയും പേര്, എത്രയോ പേര് ഗുരുവിൻ്റെ കാര്യങ്ങൾ കേൾക്കുന്നു, ഇന്ന് പഠിക്കുന്നു. യഥാർത്ഥമായിട്ട് ഇത് ഗ്രഹിക്കുന്ന എത്ര പേരും അത് ഗ്രഹിച്ചു കഴിഞ്ഞ് സ്വന്തം ജീവിതത്തിൽ അത് പകർത്തുന്ന എത്ര പേരുണ്ട് എന്ന് നമ്മൾ അപ്പം നമ്മളെങ്കിലും ഇത്രയും, ഇപ്പോൾ ഒരു ശ്ലോകമെങ്കിൽ ഒരു ശ്ലോകം മതി, അത് നമ്മളൊന്ന് ജീവിതത്തിൽ പകർത്താനായിട്ട് നമ്മൾ ഒന്ന് ശ്രമിക്കണം. അപ്പോൾ അടുത്ത ഒരു ഇതുകൂടെ നമുക്കൊന്ന് പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളൂടെ നോക്കാം. അടുത്ത ശ്ലോകം ഇതാണ്. ആസുരം ലോകമൊന്നുണ്ട്, കൂരുരുട്ടാൽ അതാവൃതം, പോകുന്നു ആത്മഹന്താക്കൾ മൃതരായതിൽ. ഇവിടെ ആത്മഹന്താക്കൾ എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യുന്നവരെയല്ല, ആത്മാവിനെ മറക്കുന്നവരെ. ഇപ്പം നമ്മളെല്ലാവരും തന്നെ അത് ഞാൻ ആരെന്ന് മറന്നിരിക്കുകയാണ് എല്ലാവരും. ആത്മാവെന്ന് പറയുന്ന അവനവനെയാണ്, അവനവനെ യഥാർത്ഥത്തിൽ ആത്മാവാണ്. ഈശ്വരൻ അവനവൻ്റെ ഉള്ളിലാണ്. തമിഴിൽ കടവുൾ എന്നാണ് ദൈവത്തിന്, എന്ന് വെച്ചാൽ ഉള്ളു കടയാനാണ്, അപ്പോഴും ദൈവത്തെ കാണാം. അപ്പം
ആത്മാവിന് നമ്മളെ മറന്നിരിക്കുകയാണ്. അങ്ങനെയുള്ളവരെല്ലാം ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്നാണ് ഈ ഉപനിഷത്തും ശ്രീനാരായണ ഗുരുദേവനും പറയുന്നത്. അവര് മരിച്ചാൽ കൂരിരുട്ടെന്ന് ഇവിടെ പറയുന്നത് അജ്ഞാനം, വീണ്ടും അവർ അജ്ഞാനത്തിലേക്ക് തന്നെ പോകും. ഇതിങ്ങനെ ഇത് ആവർത്തിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ ചോദിക്കും പുനർജന്മമുണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ, ഒരുപാട് ചോദ്യം. ഈ സ്വപ്നം ഒരിക്കലും അവസാനിക്കില്ല. ഈ യഥാർത്ഥ ജ്ഞാനം വരുന്നത് വരെ ഇതൊരു ദീർഘ സ്വപ്നം എന്നാണ് യോഗവാസിഷ്ടം പോലെയുള്ള നെടിയ കിനാവിത് എന്നാണ് ഗുരു ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരു ദീർഘ സ്വപ്നം. ഇത് അവസാനിക്കണമെങ്കിൽ ഈ ജ്ഞാനം നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് പറയുന്നത്. ഇനി ഇതെങ്ങനെയാണ് ഈ ആത്മാവിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഗുരു പറയുന്നുണ്ട്. അത് ഇളകാതേകമായേറ്റം ജിതമാനസ വേഗമായി മുന്നിലാം അതിലെത്താതെ നിന്നുപോകും ഇന്ദ്രിയാവലി. ഇളകാതേകമായേറ്റം എന്ന് വെച്ചാൽ അതിനൊരു ചലനമുള്ളതല്ല, മറ്റെല്ലാത്തിനും ചലനമുണ്ടെന്നാണ് പറയുന്നത്. ഈ അറിവ് ഒരിക്കലും ചലിക്കാത്തതാണ്. ഏകമായി ഇത് ഒന്നാണ്, ഇത് രണ്ടാമതൊന്ന് ഇല്ല, അതിനെ പറയാനില്ല സത്യമായിട്ട്. ഏറ്റവും ജിതമാനസ വേഗമായി. ജിതമാനസ വേഗം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് അമേരിക്കയിൽ ന്യൂയോർക്കിലെത്തി എന്ന് നമ്മൾ മനസ്സ് ന്യൂയോർക്കിലെത്തി, അതിനേക്കാൾ വേഗം എന്നാണ് പറയുന്നത്. അതിനേക്കാൾ വേഗമാണ് ഇതിനുള്ളത്. മുന്നിലാം അതിലെത്താതെ നിന്നുപോകും ഇന്ദ്രിയാവലി. ഈ നമ്മുടെ 5 സെൻസ് ഓർഗൻസും 5 മോട്ടോർ ഓർഗൻസ്, അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, അതിനൊന്നും ഇതിനെ അറിയാൻ കഴിയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആത്മജ്ഞാനം ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രാണൻ കൊണ്ടോ ഗ്രഹിക്കാൻ കഴിയില്ല. അപ്പൊ പിന്നെ അവിടെ ഈ എല്ലാ സാധനങ്ങളും ചോദ്യം ചെയ്യപ്പെടുക. ഈ സാധനങ്ങൾ എന്ന് പറയുന്നത് കുറെ നാമം ജപിക്കുന്നു, അവിടെ വാക്കുകളുണ്ട്. ഉപനിഷത്ത് എന്താ പറയുന്നത്? യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ. മനസ്സും വാക്കും അവിടെ എത്തുന്നില്ല എന്ന് പറയും. അവ കുറെ നാമം ജപിച്ചെന്നും പറഞ്ഞൊന്നും ഈ അറിയാൻ കഴിയില്ല. പിന്നെ മനസ്സിനെയൊക്കെ ഒന്ന് അടക്കാൻ അത് സഹായിക്കും എന്നേ ഉള്ളൂ. അത്ര മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അപ്പോൾ ഇതിനെല്ലാം മാറ്റി വയ്ക്കുമ്പോഴാണ്, ഏതിനെയെല്ലാം, ഈ ശരീരത്തെയും ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഇതെങ്ങനെ മാറ്റിവെക്കും? നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് മാറ്റുമോ? അങ്ങനെയല്ല. ഞാൻ ഇതല്ല എന്നറിയാം, ഉറപ്പിക്കണം. ഞാൻ ഇതൊന്നുമല്ല. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഒരു രാമൻ പിള്ള രാവണ വേഷം കെട്ടിയ ആടെ, അവിടെ ഈ ഒരൊറ്റ ഉദാഹരണത്തിൽ ഈ ഉപനിഷത്തിലെ എല്ലാ സിദ്ധാന്തവും വരും. രാവണന്റെ കർമ്മങ്ങളും സംഭാഷണങ്ങളുമാണ് സ്റ്റേജിൽ അയാൾ അഭിനയിക്കുന്നത്, ശരിയല്ലേ? ഈ രാവണന്റെ കർമ്മങ്ങളും ഏതെങ്കിലും കർമ്മങ്ങളോ സംഭാഷണമോ രാമൻ പിള്ളയെ ബാധിക്കുന്നുണ്ടോ? പക്ഷെ രാമൻ പിള്ള വളരെ ഗംഭീരമായി മനോഹരമായിട്ട് തന്നെ ഇത് അഭിനയിക്കില്ലേ. ഇതാണ് ഗുരു പറഞ്ഞ കർമ്മം ചെയ്ത് അസംഗനായി അറ്റാച്ച്മെന്റ് ഇല്ലാതെ കർമ്മം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതിന് നാടകമാണ് ഉദാഹരണം. സിനിമ, നാടകം, ഇതൊക്കെ. അപ്പൊ അങ്ങനെ സാധിക്കും. അപ്പൊ ഈ രാമൻ പിള്ള രാവണന്റെ വേഷം കെട്ടിയിരിക്കുക. അപ്പൊ രാമൻ പിള്ളയ്ക്ക് എന്തറിയാം? ഞാൻ രാമൻ പിള്ളയാണ്, രാവണനല്ല. ഇത് തൽക്കാലം എനിക്ക് കെട്ടിവെച്ചിരിക്കുന്ന ഒരു വേഷമാണ്. അപ്പൊ അതേപോലെ നമുക്ക് ഞാൻ ആത്മാവാണ്, ഈ ശരീരം. ഗുരു പറഞ്ഞത് അതാണ്, നാം ശരീരമല്ല അറിവാകുന്നു എന്നിത് ഉറപ്പിച്ചാൽ ഇത് നമുക്ക് കെട്ടിവെച്ചിരിക്കുന്ന ഒരു വേഷം. അപ്പൊ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ രാമൻപിള്ള എന്ത് ചെയ്യും? രാവണന്റെ 10 തലയൊക്കെ എടുത്ത് മാറ്റി, കിരീടവും എല്ലാം മാറ്റി, ഈ വേഷഭൂഷാദികളൊക്കെ മാറ്റി വയ്ക്കും. അതുപോലെ നമ്മുടെ ഈ ഞാൻ ഇന്ദ്രിയങ്ങളല്ല, ന ഇതി എന്നാണ് അതിന് ഉപനിഷത്ത്. നേതി ന ഇതി, ഇതല്ല ഞാൻ ഇന്ദ്രിയങ്ങളാണോ? അല്ല. അതേ കാര്യം തന്നെ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ഗുരുദേവൻ പറയുന്നു, നചേന്ദ്രിയാണി നമനോ ബുദ്ധിയൊന്ന ചിത്തം വപു. ഞാൻ ഇന്ദ്രിയങ്ങളോ മനസ്സോ ബുദ്ധിയോ ഒന്നും തന്നെയല്ല എന്ന് നമ്മൾ ഉള്ളിൽ ഉറപ്പിച്ചാൽ ഇതിനെ മാറ്റി വയ്ക്കാൻ കഴിയും. പിന്നീട് എന്തവശേഷിക്കുമോ? അപ്പൊ ഈ മാറ്റി വയ്ക്കുന്ന ഞാൻ ആരാണ്? ഇതെല്ലാം ഉണ്ടെന്നും ഇല്ലെന്നും സങ്കല്പിക്കുന്നത് ആരാണ്? അതിലേക്കാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അങ്ങനെ വന്നാൽ നമുക്ക് സത്യം വെളിപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ അതാണ്
അതിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ടൊന്നും അതിനെ അറിയാൻ കഴിയില്ല. അപ്പൊ ഇനി അതിന്റെ സ്വഭാവം എങ്ങനെ? അത് നിൽക്കുന്നു, പോകുന്നു. ഇതോടും അന്യത്തിനപ്പുറം അതിൽ പ്രാണസ്പന്ദത്തിന് അധീനം സർവകർമ്മവും. അപ്പൊ അത് നിൽക്കുന്നു എന്ന് പറയാൻ കഴിയില്ല, അപ്പോഴത്തേക്കും അത് നമ്മുടെ എത്രയോ അകലെ അത് പോകുന്നു എന്ന് പറയാൻ കഴിയില്ല, അത് എത്രയോ അടുത്ത. അപ്പൊ അതിന് എന്താണ് അങ്ങനെ ഈ വൈരുദ്ധ്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്? ഇത് വാക്കുകൊണ്ട് പറയാൻ കഴിയില്ല എന്ന് കാണിക്കാനാണ് വിരുദ്ധമായ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മൾക്ക് ഒന്നീ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ഇത് മാത്രമേ നമുക്കറിയാവൂ. ഈ രണ്ട് കാര്യത്തിന് നമ്മൾ പറയും ഒന്നീ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് അല്ലേ എന്ന് പറയും. അതിന് രണ്ടിനും അപ്പുറത്താണ് ഈ സത്യം. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ മനസ്സിനകത്ത് ഉണ്ട് ഇല്ല, പോസിറ്റീവ് നെഗറ്റീവ് ഈ കാര്യങ്ങളെ വരുള്ളൂ. പക്ഷെ ഈ മനസ്സിനെ അറിയുന്നത് ആരാണ്? എൻ്റെ മനസ്സ്. ആരുടെ മനസ്സ്? ഇപ്പൊ എൻ്റെ മൈക്ക് എന്ന് നമ്മൾ പറയുന്നു. ഞാൻ മൈക്കല്ല, ഇത് എൻ്റെ ഉപകരണമാണ്. അതിന്റെ മനസ്സ് എൻ്റെ ഉപകരണമാണ് അല്ലെ? അപ്പൊ ആ ഉപകരണത്തെ ഉപയോഗിക്കുന്ന ഞാനാര്? അത്രയും ആഴത്തിലോട്ട് നമ്മൾ, അതാണ് ഗുരു പറഞ്ഞ ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം. അതിലേക്ക് നമ്മൾ പോകണം. വീണ്ടും പറയുന്നു അത് ലോലം. ലോലം എന്ന് വെച്ചാൽ ഇളകുന്നതാണ്. അത് അലോലം, അത് ഇളകാത്തതുമാണ്. അപ്പൊ ഈ ഇളകിക്കൊണ്ടിരിക്കുന്ന എല്ലാം അത് തന്നെ, എന്നാൽ ഇളകാത്തതുമാണ്. അത് ദൂരം, അത് വളരെ ദൂരമാണ്. അത് അന്തികം, വളരെ അടുത്തുമാണ്. അപ്പൊ ഇങ്ങനെ പരസ്പര വിരുദ്ധമായത് പറയുന്നത്, ഇത് ഈ വിരുദ്ധമായ വലുത് ചെറുത് സുഖം ദുഃഖം ഇതാണ് നമ്മുടെ മനസ്സിന്റെ സങ്കല്പത്തിൽ എപ്പോഴും വരുന്നത്. ഇതൊന്നും അല്ല അത് എന്ന് വ്യക്തമാക്കാനാണ്. അത് സർവാന്തരം, എല്ലാത്തിനും അകത്തുള്ളതാണ്, സർവത്തിനും പുറത്തുമാണ്. നമ്മൾ ഈ ഗ്ലാസ് ഇവിടെ വെച്ചു, അതിനകത്ത് സ്പേസ് ഉണ്ട്, ഗ്ലാസിന് പുറത്തും സ്പേസ് ഉണ്ട്. ഒരു കുടം വെച്ചിട്ട് പറയാണ് കുടത്തിനകത്തുള്ള സ്പേസ്, സ്ഥലം. കുടത്തിനകത്ത് മാത്രം. അപ്പൊ കുടത്തിനകത്തുള്ള സ്ഥലവും പുറത്തുള്ള സ്ഥലവും രണ്ടാണോ ഒന്നാണോ? കുട ഇരിക്കുന്നത് കൊണ്ടാണ് അല്ലെ, ഈ മുറി ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നതുകൊണ്ടാണ് മുറിക്കകത്ത സ്ഥലം എന്ന് പറയുന്നത്. ഈ സ്ഥലം ഇങ്ങനെ അനന്തമായി കിടക്കുകയില്ല. അനന്തം, ഇൻഫിനിറ്റ് എന്നുള്ളതിന്റെ സംസ്കൃതമാണ് പൂർണ്ണം. അതും പൂർണ്ണം, ഇതും പൂർണ്ണം. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഈ ഉപനിഷത്തിന്റെ ശാന്തി മന്ത്രമാണ്, ഈശാവാസി ഉപനിഷത്തിന്റെ ശാന്തി മന്ത്രമാണ്. പൂർണ്ണമത പൂർണ്ണമിതം, അത് പൂർണ്ണം ഇത് പൂർണ്ണം. പൂർണ്ണമുദച്യതേ, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം പൊന്തി വരുന്നു. പൂർണ്ണസ്യ പൂർണ്ണമാതായ, ആ പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണത്തെ സ്വീകരിച്ചാൽ പൂർണ്ണമേവാവശിഷ്യതേ, അവശേഷിക്കുന്നതും പൂർണ്ണം തന്നെയാണ് എന്നാണ്. അപ്പൊ ആ ഇൻഫിനിറ്റ് അനന്തമാണ് എന്നാണ് പറയുന്നത്. ഇനി പറയാം സർവഭൂതവും ആത്മാവിൽ, ആത്മാവിനെയും അങ്ങനെ സർവഭൂതത്തിലും കാണുന്നവൻ എന്തുള്ളു നിന്ദ്യമായി. സർവഭൂതം എന്ന് വെച്ചാൽ ഈ പദാർത്ഥങ്ങൾ, മാറ്റർ, അതിനാണ് ഭൂതം, ഭൗതിക പദാർത്ഥങ്ങൾ. സർവഭൂതവും അതെല്ലാം നമ്മൾ എവിടെയാണ്? നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കും, നമ്മളെ തന്നെ കാര്യം ശ്രദ്ധിച്ചാൽ എന്തെല്ലാം കാണുന്നോ കേൾക്കുന്നോ അവിടെ മറ്റൊരു കാര്യം കൂടെ അവിടെ ഉണ്ട്, നമ്മളെ ശ്രദ്ധിക്കാതെ പോകുന്നു. എന്താണ്? ഈ ഞാൻ തന്നെ. ഇത് ഞാനുമായി ബന്ധപ്പെടാതെ എന്തെങ്കിലും അറിവ് നമുക്കുണ്ടോ? അപ്പൊ ഇവിടെ ഗ്ലാസ്സിനെ കാണുന്നു, ഗ്ലാസ്സും ഉണ്ട് ഞാനും ഉണ്ട് അവിടെ അല്ലേ? അതാണ് ബോധം ഉള്ളില് അല്ലെ? അത് സർവഭൂതവും ആത്മാ, ഇത് മുഴുവൻ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ബോധത്തിൽ, ആത്മാവിലാണ്. ആത്മാവിനെയും അങ്ങനെ തിരിച്ച് സർവഭൂതത്തിലും അങ്ങനെ കാണുന്നവൻ എന്തുള്ളു നിന്ദ്യമായി, അവ വളരെ മോശം എന്ന് പറയാൻ കഴിയുമോ എന്നാണ്. കാര്യം അത് ഞാൻ തന്നെയാണ്, എല്ലാത്തിലും എന്നെ തന്നെ നമ്മൾ കാണുകയാണ്. അതാണ് ഗുരുദേവന് എല്ലാവരെയും സമമായി കാണാൻ ഗുരുദേവന് കഴിഞ്ഞത്. അപ്പോൾ ഇനി ആണ് തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്നു സർവവും, അന്നേത് മോഹം അന്നേത് ശോകം ഏകത്വ ദൃക്കിന്. എല്ലാത്തിനെയും താനായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ദുഃഖവുമില്ല. മോഹം എന്നുള്ള വാക്കിന്റെ അർത്ഥം അജ്ഞാനം എന്നാണ്. നമ്മൾ പറയുന്ന മോഹം അല്ല അവിടെ. പിന്നെ എല്ലാത്തിനെയും താൻ തന്നെയായിട്ട് കാണാൻ കഴിയണം എന്നാണ്. അപ്പൊ ഇതില് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. കാര്യം സമയം നമുക്ക്, ഇതിപ്പോ ഈശാവാസി ഉപനിഷത്തൊക്കെ എടുത്ത ഒരു ദിവസമല്ല 10 ദിവസം ചർച്ച ചെയ്താലും എൻ്റെ ഗുരുനാഥൻ ബാലകൃഷ്ണൻ നായർ സാറ്, ശ്രീനാരായണ ഗുരുദേവ കൃതികൾക്ക് സമ്പൂർണ്ണ വ്യാഖ്യാനം ആദ്യമായിട്ട് എഴുതിയ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാറ് ഇത് 10 ദിവസം കൊണ്ടാണ് ഇത് ഒരിക്കൽ ക്ലാസ് എടുത്തത്. അപ്പൊ നമുക്ക് വളരെ ചുരുങ്ങിയ സമയമാണ്. ഇതില് ഒരു
ഉപനിഷത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, അത് വളരെ നമ്മൾ ധരിച്ചിരിക്കേണ്ട കാര്യമാണ്. അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസിലും പോകുന്നു വിദ്യാരഥർ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും. അപ്പൊ ഇവിടെ വിദ്യ എന്താണ്, അവിദ്യ എന്താണ്? അപ്പൊ ഇതാണ് ഈ ഉപനിഷത്ത് പറയുന്ന ദ്വന്ദ്വങ്ങൾ. രണ്ട് നേരത്തെ പറഞ്ഞു പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ. ഇത് പറയാനാണ് ഇത് അവതരിപ്പിച്ചുകൊണ്ട് വന്നത്. നമ്മുടെ ജീവിതമേ മുമ്പോട്ട് പോകുന്നത് ഈ പരസ്പര വിരുദ്ധമായ, അതിനെ ഡയലക്റ്റിക്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, അതിലൂടെയാണ് പോകുന്നത്. സുഖം ദുഃഖം, ഒന്നുകിലും സുഖം അല്ലെങ്കിൽ ദുഃഖം, പുണ്യം പാപം, അല്ലെ, വലുത് ചെറുത്. ഒരിക്കൽ അക്ബറിന്റെ സദസ്സിൽ അക്ബർ ഭിത്തിയിൽ ഒരു വര ഇട്ടിട്ട് പറഞ്ഞു, ഇതിൽ തുടരുത്, ഇതിനെ ചെറുതാക്കണം. ആർക്കും അക്ബറിന്റെ ബുദ്ധിമാനായ മന്ത്രി ബീർബൽ അതിനടുത്ത് വലിയൊരു വരയിട്ടു. അപ്പോൾ ഈ വര ചെറുതായി. നമ്മൾ ഇങ്ങനെ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. നമ്മൾ ദുഃഖം എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു സുഖം വേണം, സുഖം എന്ന് പറയണമെങ്കിൽ ദുഃഖം വേണം, ഉഷ്ണം ശീതം. നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം. നിങ്ങൾ എടുത്തു നോക്കൂ, പുണ്യം പാപം. അപ്പൊ ഇതിനകത്ത് കിടന്നാണ് നമ്മൾ ഇങ്ങനെ എല്ലാവരും ഉഴലുന്നത്. ശങ്കരാചാര്യരുടെ നിർവാണ ഷട്കം എന്നുള്ള കൃതിയിൽ പറയുന്നുണ്ട്, ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം. ഇവിടെ ഒരു പുണ്യവും ഇല്ല, പാപവും ഇല്ല, സുഖവും ഇല്ല. ഇത് നമ്മൾ സങ്കല്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഉപനിഷത്ത് പറയുന്നു അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസിലും. അത് നമുക്ക് വ്യക്തമാണ്. അജ്ഞാനം അല്ലെ അവിദ്യ, അവിദ്യയുടെ പിറകെ പോയാൽ നമ്മൾ അന്ധതമസിൽ അജ്ഞന്മാരായിരിക്കും. അത് കഴിഞ്ഞ് പറയുന്നത് അവിടെയാണ് പ്രശ്നം വരുന്നത്. പോകുന്നു വിദ്യാരഥർ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും. അപ്പൊ പിന്നെ അതെങ്ങനെ ശരിയാവും? അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസിലും എല്ലാവർക്കും മനസ്സിലാവും. അവിടെയാണ് ഈ ആധ്യാത്മികതയുടെ ഒരു രഹസ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളല്ല അവിടെ പറയുന്നത്. ഇതിനെയാണ് മിസ്റ്റിക് എന്ന് പറയുന്നത്. മിസ്റ്റിക്, ഗൂഢതത്വമാണ് ഇതിൽ പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ വാക്കുകളുടെ അർത്ഥം പഠിച്ചാൽ ഇത് ഒരിക്കലും മനസ്സിലാക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു വ്യാഖ്യാനം വായിച്ചിട്ടോ കേട്ടിട്ടോ ആർക്കും ഇത് അറിയാൻ പോകുന്നില്ല. അപ്പൊ അവിടെ അത് വിദ്യാരഥർ എന്നൊരു, വിദ്യയുമായി രമിക്കുന്നവർ. അപ്പൊ ചിലരിങ്ങനെ പഠിച്ച് വലിയ ഒരുപാട് അറിവ്, നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആരെന്ന് അറിഞ്ഞുകൂടാ, വേറെ ഒരുപാട് അറിയാം. ചിലർക്ക് സിദ്ധികളുണ്ടാകും, ഉപാസനകളൊക്കെ ചെയ്ത് ചില സിദ്ധികൾ, അങ്ങനെയുള്ളവരെയാണ് വിദ്യാരഥർ എന്ന് പറയുന്നത്. അവര് മറ്റവന് അറിവില്ലെന്നേ ഉള്ളൂ, അവൻ അജ്ഞനാണ്, വേണമെങ്കിൽ പഠിപ്പിച്ചെടുക്കാം. ഇവന് അറിവ് കൂടി ഇവൻ അവനെക്കാളും കൂരിട്ട്. അത് എങ്ങനെ ശങ്കരാചാര്യരുടെ ഭാഷ്യത്തിൽ ഇത് പറയുന്നത്, ഒരാള് ഏണിയിൽ കയറി പോവുകയാണ്, ഒരാള് താഴെ നിൽക്കുന്നവൻ വീണാൽ എത്ര പരുക്ക് പറ്റും? പക്ഷെ ഈ ഏണിയിൽ മുകളിലെത്തിയവൻ വീണാൽ എത്ര പരുക്ക് പറ്റും? അപ്പൊ അതാണ് അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസിൽ വീഴും. പക്ഷെ പോകുന്നു വിദ്യാരഥർ, കയറി പോകുന്നവൻ വീണാലോ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും. എന്നിട്ട് അടുത്ത വരിയിൽ പറയുന്നു വിദ്യ കൊണ്ടുള്ളത് അന്യം അവിദ്യ കൊണ്ടുള്ളത് അന്യമാ എന്നു കേൾക്കുന്ന ഇതോതുന്ന പണ്ഡിതന്മാരിൽ നിന്നു നാം. അന്യം എന്ന് വെച്ചാൽ വേറെ. അപ്പൊ അതെന്താണ്? അത് നീയല്ല. ഇവിടെ ഉപനിഷത്ത് പറഞ്ഞു തരുന്നത് ഞാൻ ആര് എന്നതിന്റെ ഉത്തരവാണ്. അപ്പൊ വിദ്യ അവിദ്യ ഒന്നും അല്ല നീ. അവിദ്യ കൊണ്ടുള്ളതും വേറെയാണ്, വിദ്യ കൊണ്ടുള്ളതും വേറെയാണ് എന്ന് കേൾക്കുന്ന ഇത് ഓതുന്ന പണ്ഡിതൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം പണ്ടേയുള്ളവനാണ്, ബ്രഹ്മജ്ഞാനമുള്ള. നമ്മൾ ധരിച്ചിരിക്കുന്ന അർത്ഥമല്ല. ബ്രഹ്മജ്ഞാനിയാണ് പണ്ഡിതൻ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഇതെങ്ങനെ? അപ്പൊ അതിന്റെ സമാധാനം അടുത്ത വരികളിലാണ്. അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത വരി ഒന്ന് തുടക്കം പറയൂ. വിദ്യാവിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവർ അവിദ്യയാൽ മൃത്യുവെ തരണം ചെയ്തു, വിദ്യയാൽ അമൃതാർന്നിടും. ഇത് നമ്മൾ ഗ്രഹിച്ചാൽ ഈ ഇപ്പൊ പറഞ്ഞ വിദ്യാവിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവർ. അപ്പൊ ഈ ഉപനിഷത്ത് വിദ്യയെയോ അവിദ്യയെയോ സപ്പോർട്ട് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. രണ്ടിനെ ഒരുമിച്ചാണ് എടുത്തേക്കുന്നത്. രണ്ടും കണ്ടറിഞ്ഞവർ അവിദ്യയാൽ മൃത്യുവെ തരണം ചെയ്ത്.
വിദ്യയാൽ അമൃതാർന്നിടും. അപ്പൊ എന്താണ് ആധ്യാത്മിക ജ്ഞാനം? നേരത്തെ നമ്മൾ പറഞ്ഞു മിസ്റ്റിക്ക്, ഗൂഢതത്വം. ഈ ആത്മജ്ഞാനം എന്ന് ഇന്ന് ഒരുപാട് വെട്ടിപ്പാണ് ഇതിൽ നടക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ രഹസ്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം വിദ്യ നമ്മളെടുക്കുക. നമ്മൾ വേണോ ഇപ്പം ഒരുപാട് കേൾക്കുന്നതാണ് മോട്ടിവേഷനിലൊക്കെ പോസിറ്റീവും നെഗറ്റീവും. ഇത് രണ്ടും ഒരുമിച്ചെടുക്കാനാണ് പറയുന്നത്. ഇതിനെ പോസിറ്റീവ്, ഇതിനെ വിദ്യയെന്നും ഇതിനെ അവിദ്യയെന്നും പറയുന്നത് ആരാണ്? നമ്മളാണ്, അല്ലേ? അപ്പൊ വിദ്യകൾ രണ്ടും കണ്ടറിഞ്ഞവർ. ഈ അവിദ്യയാൽ എങ്ങനെയാണ് മൃത്യുവിനെ തരണം ചെയ്യുന്നത്? അവിദ്യ എന്ന് പറഞ്ഞാൽ അജ്ഞാനം ഇല്ലാത്ത. അപ്പൊ നമ്മുടെ ഈ ശരീരമാണ് മരിക്കുന്നത്, അല്ലേ? മൃത്യുവെ തരണം ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഈ ശരീരം അവിദ്യയാണ്, ഇല്ലാത്തതാണ് എന്നറിയുന്നവന് പിന്നെ മരണമുണ്ടോ? ഞാൻ ശരീരമല്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴവൻ എന്ത് ചെയ്തു? മൃത്യുവിനെ തരണം ചെയ്ത് കഴിഞ്ഞു. വിദ്യയാൽ അമൃതാർന്നിടും. അവിടെ വിദ്യ എന്ന് പറയുന്ന ആത്മജ്ഞാനത്തെയാണ്. ഞാൻ ആത്മാവാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ആത്മവിദ്യയുടെ മുഴുവൻ കേന്ദ്രം എന്ന് പറയുന്ന ഈ രണ്ട്. ഞാൻ ഈ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. അപ്പൊ മരണം ശരീരത്തിനാണ്, മരണമില്ലായ്മ ആത്മാവിനാണ്. നമുക്കിവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതിനെ തമ്മിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുകയാണ്. ഇതിൻ്റെ ഇപ്പൊ ഇരുട്ടത്ത് പോകുമ്പോൾ ഒരു കയറ് കിടക്കുന്നു, പാമ്പായിട്ട് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു. പാമ്പിന്റെ ഗുണങ്ങളെ എടുത്ത് നമ്മൾ കയറിൽ ആരോപിക്കുന്നു, അല്ലേ? പാമ്പിന് ചെറിയ ഡിസൈനൊക്കെ ഉണ്ട്, വിഷമുണ്ട്. അപ്പോഴാണ് ഭയമൊക്കെ ജനിക്കും. ഈ അജ്ഞാനത്തിൽ നിന്നാണ് ഭയം, കർമ്മം. പാമ്പെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ ഓടാൻ തുടങ്ങും, അല്ലെങ്കിൽ ഓടിപ്പോയി വടി എടുത്തുകൊണ്ട് വരും. കർമ്മം ആരംഭിക്കുന്നത് അജ്ഞാനത്തിൽ. ഇല്ല, ഇത് കയറാണെന്ന് അറിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഭയമോ കർമ്മമോ ഉണ്ടാവുമോ? അപ്പൊ ഈ നമ്മുടെ എല്ലാ ആശങ്കകളും എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കണമെങ്കിൽ ജ്ഞാനം വരണം, അല്ലെ? എന്നിട്ട് ഈ കയറിന്റെ വണ്ണവും നീളവും ഒക്കെ പാമ്പിലും ആരോപിക്കുന്നു തിരിച്ച്. അതുപോലെ ആത്മാവിന്റെ ഗുണങ്ങളാണ് മരണമില്ലായ്മ, ആനന്ദം. ഇതിനെ എടുത്ത് നമ്മളെ ശരീരത്തിൽ ആരോപിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് വിചാരിക്കും? എനിക്ക് മരിക്കാതിരിക്കണം, മരണത്തോട് ഭയം. നമുക്ക് സുഖം കിട്ടുന്നത് എവിടെ നിന്ന്? സുഖിക്കണമെങ്കിൽ ശരീരം വേണം, അല്ലെ? ഈ സുഖവും മരണമില്ലായ്മയും ആത്മാവിന്റെ ഗുണങ്ങളാണ്. ഇനി ശരീരത്തിന്റെ ഗുണങ്ങളാണ് മരണവും രോഗങ്ങളും എല്ലാം. ഇതിനെ എടുത്ത് ആത്മാവിൽ ആരോപിച്ചിട്ട് ഞാൻ മരിക്കും എന്ന് പറയും. എനിക്ക് രോഗം വന്നു. രോഗം വന്നത് ആർക്കാണ്? ശരീരത്തിനാണ്. ശ്രീനാരായണ ഗുരുദേവനൊക്കെ രോഗം വന്നപ്പോൾ വേദന കൊണ്ട് വിളിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഉറക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോഴാരൊക്കെ ചോദിച്ചു, അതെന്ത് ഗുരുദേവൻ ഒരുപാട് പേരുടെ രോഗങ്ങളൊക്കെ മാറ്റി, അങ്ങേക്കിത് മാറ്റാൻ കഴിയില്ലേ? എടാ, അത് ശരീരമാണ് എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്കല്ല ആ രോഗം എന്ന് ഗുരുവിന് വ്യക്തമായി അറിയാം. നിലവിളിക്കുന്നത് ശരീരമാണ് എന്നാണ്. അപ്പം അതിനെ മാറി നിന്ന് അവരെ കാണുകയാണ്. ഇതാണ്. അപ്പം എങ്ങനെയാണ് അവിദ്യയാൽ മൃത്യുയെ തരണം ചെയ്യുന്നത്? ഈ ശരീരം അവിദ്യയാണ്, ഞാൻ ഈ ശരീരമല്ല. അപ്പൊ തന്നെ നമ്മൾ മൃത്യുവിനെ തരണം ചെയ്തു. പിന്നെ വിദ്യയാൽ അമൃതം എന്ന് വെച്ചാൽ മരണമില്ലായ്മ, മൃതമില്ലായ്മ. വിദ്യയാൽ അമൃത ആർന്നിടും. അതെങ്ങനെയാണ്? ഞാൻ ആത്മാവാണ്. അപ്പൊ തന്നെ നമുക്ക് മരണമില്ലായ്മ വന്നു കഴിഞ്ഞു എന്നാണ്. ഇതിനെ ഉറപ്പിക്കണം. ഇതൊന്ന് കേട്ടിട്ട് പോയാൽ പോരാ, ശ്രവണം, മനനം. ഇതിനെ വീട്ടിൽ പോയി മനനം ചെയ്ത് നിധിധ്യാസനം ഇത് പ്രായോഗികമാക്കണം. അപ്പൊ ഇതിലൊരു വലിയൊരു രഹസ്യമുള്ളത്, നമ്മളെ ഈ മാഗ്നറ്റ് നമുക്കറിയാം, കാന്തം, അല്ലേ? അതിന് രണ്ട് ധ്രുവങ്ങൾ, രണ്ട് പോൾസ് ഉണ്ട്. അതിൻ്റെ പോൾസ് ഏതൊക്കെയാണ്? ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും, അല്ലേ? കാന്തത്തിന് അത് അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അതെല്ലാത്തിനെയും ആകർഷിക്കും, തന്നെ ഇരുമ്പിനെയൊക്കെ ആകർഷിക്കില്ലേ? അപ്പൊ പോസിറ്റീവ് ആയിട്ട് ഒന്നുണ്ട്, നെഗറ്റീവും. അതിനെയാണ് ഇവിടെ പറഞ്ഞത്, വിദ്യയും അവിദ്യയും. ഇതിനെ രണ്ടിനെയും ഒരുമിച്ചെടുക്കുക. നെഗറ്റീവ് എന്ന് പറയുന്നത് അവിദ്യ, ഞാൻ ഈ ശരീരമല്ല. വിദ്യ എന്ന് പറയുന്ന പോസിറ്റീവ്, ഞാൻ ആത്മാവ്. ഇത് സാക്ഷാത്കരിച്ച ആള് ലോകത്തെ മുഴുവൻ തന്നിലേക്ക് ആകർഷിക്കും. അതിന് ഉദാഹരണമാണ് ശ്രീനാരായണ ഗുരുദേവൻ. ശരിയാണോ? അല്ലേ? ഗുരു ലോകത്തെ മുഴുവൻ ആകർഷിച്ചില്ലേ തന്നിലേക്ക്? കാരണം ഈ രണ്ട് പോൾസും, ഈ രണ്ട് ധ്രുവങ്ങളും വ്യക്തമായി കണ്ടറിഞ്ഞ് അതിന് അതീതമായിട്ടുള്ള തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ ഗുരു സാക്ഷാത്കരിച്ചു. അപ്പൊ അങ്ങനെ ബ്രഹ്മജ്ഞാനം നേടിയ ബ്രഹ്മജ്ഞാനിയായ ഗുരുവിനെയാണ് നമ്മൾ സാധാരണക്കാരെത്തുന്ന ചില നിലകളിലേക്ക് തരം താഴ്ത്തുന്നത്. അപ്പൊ അത് ശരിയോ തെറ്റോ എന്ന്
ഈ ഉപനിഷത്തിന്റെ വിവർത്തനം, ഗുരു തന്നെ നൽകിയ വിവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം. അപ്പോൾ പിന്നീട് ഈ ഉപനിഷത്ത് ഇനി നമുക്കൊരു പ്രാവശ്യം സമയം കിട്ടുമ്പോൾ കൂടുതൽ ചർച്ച ചെയ്യാം. ഇതിൻ്റെ കാതലായ ഭാഗമാണ് ഇപ്പോഴും പറഞ്ഞത്. നമ്മൾ ഈ ആത്മതത്വം ഇതിലൂടെ ഗ്രഹിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഈശാവാസ്യ ഉപനിഷത്തിലേക്കൊന്നും പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവദശകമെങ്കിലും ഒന്ന് വ്യക്തമായി ധരിച്ച് ദിവസവും അത് ചൊല്ലുമ്പോഴും എല്ലാം അത് ജീവിതത്തിൽ അതൊന്ന് പ്രായോഗികമാക്കണം. ഗുരുവിൻ്റെ മുഴുവൻ സിദ്ധാന്തവും ആത്മോപദേശത്തിൽ 24-ാം ശ്ലോകത്തിലുണ്ട്. അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം അല്ലേ. അപ്പം നമ്മൾ പറയും ഞാൻ നീ അവൻ ഇവൻ, ഇതെല്ലാം ഒരേ സത്യം എന്നാണ്. അങ്ങനെയാണ്, അത് സിദ്ധാന്തമാണ് ഗുരുവിൻ്റെ ഈ 2 വരികൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ഞാൻ തന്നെയാണ് നീ, അതാണ് ഗുരു പറഞ്ഞത്. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്ന് കാണുന്ന സർവ്വം. എങ്കിൽ പിന്നെ എൻ്റെ സുഖം ഞാനൊരു പ്രവൃത്തി ചെയ്ത് എനിക്ക് സുഖിക്കാൻ, അതങ്ങനെയെങ്കിൽ അവനും സുഖമായിട്ട് വരണ്ടേ? അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് സുഖമൊന്നും ഉള്ള പ്രവൃത്തി ചെയ്തില്ലെങ്കിലും അവർക്ക് ദ്രോഹം ഉണ്ടാവാതെ, അവർക്ക് ദോഷം ഉണ്ടാകാതെ ഒന്ന് ജീവിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കണം. അതാണ് ഈ ഉപനിഷത്തിൻ്റെയും സാരം, അതാണ് ഗുരുവിൻ്റെ മുഴുവൻ ദർശനത്തിൻ്റെയും സാരം അതാണ്. അപ്പം അങ്ങനെയാണ് ഗുരുദേവൻ ഈ കർമ്മരംഗത്തൊക്കെ വർത്തിച്ചിരുന്നത്. അല്ല നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല. ഗുരുവിൻ്റെ അടിസ്ഥാനം, ഗുരു ദർശനത്തിൻ്റെ അടിസ്ഥാനം അറിഞ്ഞുകൂടാതെ നമ്മൾ ഗുരുവിനെ പറ്റി വിശേഷണങ്ങൾ എത്ര പറഞ്ഞാലും അതൊരു തെറ്റായ ദിശയിലേക്കായിരിക്കും പോകുന്നത്. ഗുരു തന്നെ താൻ ആരാണെന്ന് ബ്രഹ്മവിദ്യാപഞ്ചകത്തിലും ആത്മോപദേശത്തിലും 60 നാം അത് തന്നെ എല്ലാവരും എന്ന അറിവ് അതാണ് നാം, എല്ലാവരും അത് തന്നെ എന്ന് ഗുരു വ്യക്തമായി പറയുന്നു. ബ്രഹ്മവിദ്യാപഞ്ചകത്തിൽ ശിഷ്യനോട് ത്വം ഹി ബ്രഹ്മ, നീ ബ്രഹ്മം തന്നെ, ഞാനും അതാണ് എന്ന് ഗുരു വ്യക്തമായി പറയുന്നു. അപ്പം അതിൽ കൂടുതൽ നമുക്ക് എന്താണ് തെളിവ് ആവശ്യം? അപ്പം അത് ഗ്രഹിച്ച് ഈ തത്വത്തെ ഒന്ന് സ്മരിക്കുക. ഈ ഗുരു നമ്മളെ പഠിപ്പിച്ച തത്വം നമ്മൾ എപ്പോഴും സ്മരിക്കുക. കൃതം നിത്യം, അതാണ് അവസാനിക്കുന്നത്. കൃതം എന്ന് വെച്ചാൽ ഈ ഓം കൃതം, ഓമിനെയും സ്മരിക്കണം, കർമ്മത്തെയും സ്മരിക്കാൻ. ഇത് രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു ഉപനിഷത്ത്. കർമ്മത്തെ ഒന്നും വേണ്ട, അങ്ങനെ വയ്ക്കാൻ ആർക്കും കഴിയില്ല. ശരീരം ഉള്ളിടത്തോളം നമ്മൾ ഒരാളോട് ഒരിക്കൽ, ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരോട് തന്നെ ചോദിക്കുകയാണ്, ഇന്ന് എന്തെല്ലാം ജോലി ചെയ്തു, ഇന്ന് നിങ്ങൾ എഴുന്നേറ്റതിന് ശേഷം എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തു എന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയും? നമ്മൾ രാവിലെ ഉണർന്നു, പ്രഭാത കൃത്യങ്ങൾ ചെയ്തു, ആഹാരം പാചകം ചെയ്തു, ആഹാരം കഴിച്ചു, ഓഫീസിൽ പോയി, കോളേജിൽ പോയി, നമ്മൾ പഠിച്ചു, ഓഫീസിൽ ജോലി ചെയ്തു, തിരിച്ചു വന്നു, വണ്ടി ഓടിച്ചു, അങ്ങനെ കുറേ കർമ്മങ്ങൾ. ഇത്ര മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. നമ്മുടെ ഹൃദയം എത്ര പ്രാവശ്യം സ്പന്ദിച്ചു, നമ്മുടെ ശ്വാസകോശങ്ങൾ എത്ര തവണ അല്ലേ ശ്വാസകോശം ഉയർന്നു താഴ്ന്നു, അത് കർമ്മമല്ലേ? നമ്മൾ കഴിച്ച ആഹാരമൊക്കെ ദഹിച്ചില്ലേ, ആ ദഹിപ്പിക്കുന്നത് കർമ്മമല്ലേ? അപ്പം നമ്മൾ വിചാരിച്ചാൽ പോലും ഈ ശരീരം ഉള്ളിടത്തോളം കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് കർമ്മം ചെയ്തേ കഴിയൂ. എന്ന് വെച്ചാൽ താനേ വന്നു ചേരും കർമ്മങ്ങൾ. പക്ഷേ അതിനോട് സംഘം ചെയ്ത് പറ്റിപ്പിടിച്ചുകൊണ്ട്, അതിനെ ഭഗവത്ഗീത പറയുന്ന അവശനായി കർമ്മം ചെയ്യരുത് എന്നാണ്. സന്തോഷത്തോടെ കർമ്മം ചെയ്യും. വന്നു ചേരുന്ന കർമ്മം ഏതോ ആകട്ടെ. ചിലപ്പോൾ ഒരു യുദ്ധം, ജോലി കിട്ടിയത് പട്ടാളത്തിലാണ്, യുദ്ധം ചെയ്തല്ലേ കഴിയും. യുദ്ധമാണെങ്കിലും അത് ഈശ്വരാർപ്പണമായി സന്തോഷത്തോടെ ചെയ്യാനാണ് പറയും. അതാണ് ഗുരു ഇതിൽ പറഞ്ഞത്. അല്ലെങ്കിൽ അന്ത്യം വരെയും കർമ്മം ചെയ്തിങ് അസംഗനായി, അത് മാത്രമേ ഇരിക്കുക. ഇതില്ലൊന്നും നമുക്ക് ചെയ്യാനായിട്ട് യാതൊന്നും തന്നെ ഇല്ല. അവസാനം ഈ ശരീരം വീഴുവോളം യാതൊരു പ്രതീക്ഷയില്ലാതെ നമ്മൾ കർമ്മം ചെയ്യുക, മറ്റുള്ളവർക്ക് കഴിയുമെങ്കിൽ ഗുണം കിട്ടുന്നത്. അതാണ് ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ഒരു സാരമെന്ന് പറയുന്നത്. ഇത്രയുമാണ്. അപ്പോൾ ഇത് വെറുതെ കേട്ട് ഗ്രഹിച്ചിട്ട് പോകരുത്. നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുമ്പോഴും നമ്മളെല്ലാം എല്ലാ പാവവും ക്ഷമിക്കണേ, സമസ്ത അപരാധം ക്ഷമിക്കണേ. പുറത്തിറങ്ങുമ്പം ഒരാളെ കാണുമ്പം ഇവന് 2 കൊടുത്താലേ പറ്റും
എന്ന്. അപ്പം അങ്ങനെ നമ്മളിത് ഗ്രഹിച്ചിട്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. ഇതിനെ നമ്മൾ ദിവസവും ഉറപ്പിക്കണം. കുറച്ചൊന്ന് ഇത് സ്വല്പം അഭ്യസിക്കുക എന്നാണ് ഈ വേദാന്തത്തെക്കുറിച്ച്. കുറച്ച് മനസ്സിൻ്റെ കോടിയിൽ ഒരംശം നിയന്ത്രിച്ചാൽ അത്ഭുതങ്ങൾ കാണാം എന്നാണ് പറയുന്നത്. ഒന്ന് സ്വയം പരീക്ഷിച്ചു നോക്കൂ. പിന്നീട് എന്തെങ്കിലും അല്ലലോ അലട്ടലോ, ഞാനിത് ഒരുപാട് വർഷമായിട്ട് ഇപ്പോൾ ഇത് പലർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചില ഈ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വളരെ താഴ്ന്നു നിൽക്കുന്ന ചിലർ എന്നെ വിളിച്ചു. അവർ പറഞ്ഞു, സാറേ ഇതൊക്കെ ഗ്രഹിച്ചതിന് ശേഷം ജീവിതമൊക്കെ മാറിപ്പോയി, ഞങ്ങൾക്കിപ്പോൾ വളരെ സമാധാനം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സാധിക്കും. അവിടെ ഡിഗ്രിയും ഇതൊന്നും അവിടെ ഒരു പ്രശ്നവുമല്ല. നമ്മളിതെങ്ങനെ ഗ്രഹിച്ച് ഇത് പ്രാവർത്തികമാക്കുന്നു എന്നതാണ് അവിടെ അതിൻ്റെ കാതലായ വശം. അപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ ഈ വേദാന്ത സാരം ഗ്രഹിച്ച് അത് ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രീനാരായണ ഗുരുദേവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഇങ്ങനെ ഒരു സത്സംഗത്തിന് വേദി ഒരുക്കിയ കുളത്തൂർ വായനശാല ഭരണസമിതി അംഗങ്ങൾക്കും ശ്രീനാരായണ ഗുരു അന്താരാഷ്ട്ര പഠന കേന്ദ്രത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ എളിയ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.